OSP. അന്ന് നമുക്ക് ക്രഷ് തോന്നുന്ന പെണ്ണിനായിരിക്കും ഈ പെണ്ണിനെ നമ്മൾ കെട്ടുള്ളൂ. ഞാൻ എന്റെ സോൾമേറ്റിനെ കണ്ട് ഞാനത് അത്രേ ഉള്ളൂ. ഇവിടേക്ക് എഴുതി വെച്ചിട്ടെങ്കിൽ കല്യാണം നാട്ടിൽ പോയി രജിസ്റ്റർ ചെയ്ത് പെണ്ണിനെ ഇത് കൊടുത്ത് PR കെട്ടി പെണ്ണ് തേച്ച് നമ്മൾ ജസ്റ്റ് പള്ളിയിൽ വെച്ച് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. രണ്ട് മനുഷ്യന്മാരല്ലേ കിട്ടുന്നത്, രണ്ട് ജാതിക്കാരൊന്നും അല്ലല്ലോ കിട്ടുന്നത്. ഇപ്പൊ നിങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നോ കല്യാണം കഴിച്ചപ്പോൾ? പിന്നല്ലാണ്ട് നിനക്ക് ഫസ്റ്റ് ഹസ്ബൻഡിന് നീ വാഴ ആഴ്ച സങ്കല്പിക്കുക. എന്റെ കഥകളും വെച്ചിട്ട് പലതും ഓരോരുത്തരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കല്യാണം കഴിക്കുന്ന സമയത്തല്ല ഇങ്ങനെ ഓരോന്നൊക്കെ പറയുമ്പോഴത്തെ ഇതൊക്കെ എവിടുത്തെ നിയമമായത് എനിക്കറിയാൻ പാടില്ല. മംസ് കിഡ്സ് എന്നാ ആൻഡ് ഈവൻ ബെറ്റർ ഇതൊക്കെ കണക്ഷന് ഇനി എന്തെങ്ങനെയാണത്? ഒരാളെ മാനേജ് ചെയ്യാൻ ഓക്കെ, 3 പേരെ കൂടി ഒരാളെ മാനേജ് ചെയ്യാൻ. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് OSP. ഞാൻ നിങ്ങളുടെ സ്വന്തം ആകാശ് ഷാജി, ഞാൻ അഖിൽ ടൈറ്റസ്. അപ്പൊ നമുക്ക് മറ്റൊരു എപ്പിസോഡിലേക്ക് ഇതാ നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ എന്തിനേയും ഏതിനേയും പറ്റി സംസാരിക്കും, അത്രേ ഉള്ളൂ. അതെ, എന്തിനേയും ഏതിനേയും പറ്റി സംസാരിക്കുന്ന പറഞ്ഞപ്പോഴല്ലോ എന്ത് ടൈപ്പ് എന്താണ് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ ലവ് മാരേജ് ആണോ എനിക്കറിയാം. ബട്ട് ഞാൻ ലവ് മാരേജ് ആയിരുന്നു. അപ്പൊ അതാണ്. ഓ ഇങ്ങളേതായിരുന്നു? ഞാൻ ലവ് മാരേജ് അപ്പൊ അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് അറേഞ്ച്ഡ് മാരേജ് ഓർ ലവ് മാരേജ് ഓർ അതിൽ നിന്ന് വന്ന പ്രശ്നങ്ങളും വേറെയും കുറെ ടൈപ്പ് മാരേജുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ അടുത്ത് അറിയണത്. അപ്പൊ കുറച്ച് മുന്നേ പുതിയ കുറെ വാക്കുകൾ. അതെ അതെ. അപ്പൊ ലവ് മാരേജ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ചെറുപ്പത്തിൽ തുടങ്ങി എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള സാധനം. ഞാൻ പിള്ളേരുടെ അടുത്ത് നമ്മൾ കൂട്ടുകാരുടെ പറയല്ലോ, ഞാൻ കെട്ടുവാണെങ്കിൽ ലവ് മാരേജേ ഉള്ളൂ. ഞാനും അങ്ങനെ തന്നെ പറഞ്ഞോണ്ടിരുന്നത്. അതെ അതെ. ലൈക്ക് അറേഞ്ച്ഡ് മാരേജിന് എനിക്ക് കൊച്ചിലോട്ടെ ആ ഒരു സമയത്തിന്റെ ആയിരിക്കും ചിലപ്പോ. അതെ അതെ, ത്രില്ല്. ലവ് മാരേജ് പക്ഷെ അന്ന് പറയണെന്ന് അറിയോ, അന്ന് നമുക്ക് ക്രഷ് തോന്നുന്ന പെണ്ണിനായിരിക്കും അവളെ ഞാൻ കെട്ടുള്ളൂ. അല്ലെങ്കിൽ ഫസ്റ്റ് സ്കൂളിലെ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ ഈ പെണ്ണിനെ നമ്മൾ കെട്ടുള്ളൂ. അത് കൂടി കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ഒരാഴ്ച, പക്ഷെ 1 way ആയിരിക്കും അത്. അതൊക്കെ അങ്ങനെയാണ്. അപ്പൊ അത് ആ ടൈമില് എല്ലാരും ഒരു ഇതായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു പക്ഷെ കുറച്ചാളിങ്ങനെ പോയി വരുമ്പോഴേക്കും അത് ചിലപ്പോ നമ്മുടെ പ്രയോറിറ്റീസ് മാറും. ചിലപ്പോ നമുക്ക് പ്രയോറിറ്റീസ് അല്ല, കൂടുതൽ നമുക്ക് അറിയില്ല എങ്ങനെ ചെയ്യേണ്ടത്, എന്ത് ചെയ്യേണ്ട അറിയത്തില്ല. ഇപ്പൊ ലവ് മാരേജിലേക്ക് പേടിയായിരിക്കും കുറെ പേർക്ക്. പിന്നെ കുറെ പേർക്ക് ഇപ്പോ റിലേഷൻഷിപ്പിലേക്ക് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടാ ചിലവർക്ക്. ഓക്കെ, വിശ്വസിക്കാൻ ഭയങ്കര പാടാണ്. അത് ആദ്യത്തെ ഒരു തേപ്പ് കിട്ടി കഴിയുമ്പോഴത്തേക്കായിരിക്കും. അതെ അതെ അതെ. അപ്പൊ ആ സാധനം കുറെ പേർക്ക് ഉണ്ടാവും. പിന്നെ കുറെ പേർക്ക് പെണ്ണുങ്ങളെ റിലേഷൻഷിപ്പ് കിട്ടില്ല, ചിലവർക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട് കുറെ. അപ്പൊ അങ്ങനെ കുറെ രീതിയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കുറെ പേര് അറേഞ്ച്ഡ് മാരേജിലേക്ക് പോകുന്നതും ഈ മാട്രിമോണി ബാക്കിലോട്ട് ഒരു ഈ ലവ് മാരേജ് ഒക്കെ ഈ ഇടയ്ക്ക്, അല്ലെങ്കിൽ ഒരു മാക്സിമം പണ്ടൊക്കെ എന്നൊക്കെ പറഞ്ഞ ഇതൊക്കെ വലിയ വിപ്ലവമായിരുന്നു ഈ ലവ് മാരേജ് എന്ന് പറഞ്ഞാൽ. ലവ് മാരേജ് പോയിട്ട് ഇപ്പൊ നമ്മള് വീട്ടിൽ വന്നൊരു ഒരു പെണ്ണാണെങ്കിൽ ഒരു മീൻകാരനടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ തീർന്നു. പിന്നല്ലാണ്ട്. അല്ലെങ്കിൽ ഒരു പെൺകൊച്ച് ഇപ്പൊ പുറത്തേക്ക് കൂടി ഒരു ഷോളിലാണ് നടന്നു കഴിഞ്ഞാൽ പ്രശ്നം. അതുവരെയും പ്രശ്നമുള്ള സമയത്ത് ലവ് മാരേജ് അങ്ങനെ ഒരു സാധനം ചിന്തിക്കാനേ പറ്റത്തില്ലാത്ത കാലമായിരുന്നു അന്ന്. അതെ, അന്ത കാലത്തിൽ നിന്ന് നമ്മളിപ്പോ ഇവിടെ വരുമ്പോ ഓക്കെ നമ്മൾ ഇത്ര ആധികാരികമായിട്ടിരുന്ന് സംസാരിക്കുന്നുണ്ട്. ലൈക്ക് നിങ്ങളുടെ വീട്ടുകാർക്ക് എന്തായിരുന്നു ആഗ്രഹം? അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു, ലവ് മാരേജ് ആയിരുന്നു? കെട്ടിയാ മതി. ഇവിടെ ഒരു വെള്ളക്കാരത്തിനെ ഒന്നും പിടിച്ചോണ്ട് വരല്ലേ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇവരുടെ മെയിൻ പ്രശ്നം എങ്ങനെ സംസാരിക്കും ഇവരടുത്ത്. അറ്റ്ലീസ്റ്റ് പറഞ്ഞാൽ മനസ്സിലാവണ ഒരാള് വേണ്ട. അവർക്ക് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടല്ലോ, അവര് കുറച്ചും കൂടി ഓപ്പൺ ആണ് ഈ കാര്യത്തില് അമ്മയ്ക്കും. അപ്പം പിന്നെ എന്തെങ്കിലും ആവട്ടെ. പക്ഷെ പുള്ളി ഒരു സീക്രട്ട് ഉണ്ട്, എല്ലാവരും പറയും കേട്ടോ. പുള്ളിക്കാരൻ അവിടെ നാട്ടിൽ പറഞ്ഞ എങ്ങനെയാ അറിയാം, ഞങ്ങളുടെ കല്യാണം നടന്നതെന്ന് പറഞ്ഞ അവര് എന്തിനാ അവിടുത്തെ ഒരു മാട്രിമോണി ഒരു സെറ്റപ്പ് വഴി പരിചയപ്പെട്ട് ഞങ്ങള് സംസാരിച്ച് അറേഞ്ച് ചെയ്തെടുത്ത കല്യാണമാണ്. അങ്ങനെയൊക്കെയാണ് പറഞ്ഞേക്കണേ. ഞങ്ങൾ വന്ന് മ്യൂച്വൽ ആയിട്ട് ഞങ്ങൾ ഡിസിഷൻ എടുത്തുകൊണ്ട് അവർ കെട്ടിക്കോളാൻ സമ്മാനം കൊടുത്തു. നടന്നിട്ടൊന്നുമില്ല.
പക്ഷെ ഒരു ആഗ്രഹം. നാട്ടില് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ ഇപ്പൊ ഒരു ലവ് മാരേജ് എന്ന് പറയുമ്പോൾ ആളുകളുടെ ഒരു ജഡ്ജ്മെന്റിൽ ഉണ്ടാവുമല്ലോ ആദ്യം. ഇപ്പോഴുണ്ടത് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു ജഡ്ജ്മെന്റിൽ അപ്രോച്ച് ഉണ്ട് ആദ്യമേ തന്നെ. ലവ് മാരേജ് ആണോ അപ്പൊ ശ്രദ്ധിക്കണോട്ടോ എന്നുള്ള സെറ്റ്. എന്റെ അഭിപ്രായത്തിൽ ലവ് മാരേജ് ആണ് നല്ലത്. ലൈക്ക് ആ ഒരു ഇപ്പൊ ഈ അറേഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ പോയി മറ്റേ ചായ കൊടുത്ത് ഉള്ള ബന്ധാ. ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു കുറച്ച് നാള് ആ വ്യക്തിയായിട്ട് നമ്മൾ അടുത്ത് ഇടപഴകുന്നു, കുറെ മനസ്സിലാക്കുന്നു, ലൈക്ക് ഒരു ജീവിതം തുടങ്ങുമല്ലേ, ആ ലൈഫ് ലോങ് ജീവിക്കേണ്ട ഒരു വ്യക്തിയാ. അപ്പൊ അവരെ കുറിച്ച് നേരത്തെ അറിഞ്ഞ് നമുക്ക് ഇഷ്ടപ്പെട്ട ആളെ ചൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അതെ, ഇപ്പൊ സക്സസ് റേറ്റ് രണ്ടിനും ഉണ്ട്. ഇപ്പൊ പണ്ട് ഇപ്പൊ ലവ് മാരേജിന്റെ എനിക്ക് അറേഞ്ച്ഡ് മാരേജ് ഇപ്പൊ കുറെ ഒരു ട്രെൻഡ് കാണുന്നത്, അവര് കല്യാണം ഉറപ്പിച്ചു വെക്കും, എന്നിട്ട് ഒരു വർഷം 1.5 വർഷം ഗ്യാപ്പ് ഇട്ടിട്ട് കെട്ട സംഭവം. അതപ്പോ ഇതേപോലെയൊക്കെ ആയിട്ട് വരും. അങ്ങനെ ആള് പറയാറില്ലേ അറേഞ്ച്ഡ് മാരേജ് ആണ് ഫസ്റ്റ് ഞങ്ങൾ ലവ് ചെയ്തിട്ടാണ്. ഇപ്പൊ എന്റെ കൂട്ടുകാർക്ക് മറ്റേ 2 കല്യാണമൊക്കെയാണ് കഴിക്കുന്നത്. അതായത് സെയിം ആളെ തന്നെ. അതായത് ഇവിടെ കാനഡ വന്ന ആൾക്കാർ ഇപ്പൊ അമ്മമാരെന്നെ കാണിക്കുന്നറിയോ, ഇവിടെ വരും, എന്നിട്ട് ലൈക്ക് നാട്ടില് ലൈക്ക് ഒന്നെങ്കിൽ ലവ് മാരേജ് ആയിരിക്കും അല്ലെങ്കിൽ അറേഞ്ച്ഡ് മാരേജ് ആയിരിക്കും. ലൈക്ക് നാട്ടിൽ പോയിട്ട് ആദ്യം പോയി രജിസ്റ്റർ ചെയ്യും. പോയി രജിസ്റ്റർ ചെയ്തിട്ട് എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് അപ്പോൾ ഓൾറെഡി ഒരു കല്യാണം അവിടെ കഴിഞ്ഞ് ഓക്കെ, എന്നിട്ട് ആ PR-ന്റെ പേപ്പർ വർക്കും കാര്യങ്ങളും എല്ലാം വെക്കും. അത് കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ആ ഒരു കൊല്ലത്തിൽ അവർ അടുത്ത് ഇടപഴകി സംസാരിച്ച് ഒരു കൊല്ലം കഴിയുമ്പോഴത്തേക്ക് വലിയ പരിപാടിയായിട്ട് വീണ്ടും കല്യാണം കഴിക്കും. എന്നിട്ട് തിരിച്ചു വരുമ്പോ അങ്ങ് കൊണ്ടുവരാലോ ആ പെണ്ണിനെ. പക്ഷെ എന്റെ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, നാട്ടിൽ ഫസ്റ്റ് പോയി കല്യാണം ഇല്ലീഗൽ ഇമിഗ്രേഷന് വേണ്ടിയാണോ? ഇല്ലീഗൽ ഇമിഗ്രേഷന് വേണ്ടിയിട്ടാണോ? അത് നാട്ടിൽ നിന്ന് കടത്തിക്കൊണ്ടുവരുന്നതിനാണോ? അല്ല, ഇവിടത്തെ ഫേക്ക് ഇമിഗ്രേഷൻ വെക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ നാട്ടിൽ പോയി രജിസ്റ്റർ ചെയ്യണത്? ആദ്യം അല്ല, നാട്ടിലത്തെ ഇവര് 2 പ്രാവശ്യത്തിന് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് പെണ്ണല്ലേ ഞാൻ ചോദിച്ചത്. ഇല്ലീഗൽ ഇമിഗ്രേഷൻ ശരിക്കും ടെക്നിക്കലി അതൊരു ഫേക്ക് ആയിട്ടുള്ള പരിപാടിയല്ലേ ചെയ്തോണ്ടിരിക്കണേ. ശരിക്കും കല്യാണം കഴിച്ചിട്ട് കേട്ടല്ലോ, പേരിന് പോയി കെട്ടുന്നു, എന്നിട്ട് ഇവിടെ ഒന്ന് പേപ്പർ ഫയൽ ചെയ്യുന്നു. പേപ്പർ വർക്കിന്റെ പേരിലാണ് അത്. അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശം എന്താ, കല്യാണം കഴിഞ്ഞ് ഇപ്പൊ നാട്ടിൽ പോയി നേരെ പോയി കെട്ടുക എന്ന് വിചാരിക്കും. ലൈക്ക് വലിയ പരിപാടി വെച്ചിട്ട് കെട്ടുക. അവര് പോയി കെട്ടിക്കഴിഞ്ഞാൽ ചെറുക്കൻ ഇങ്ങോട്ട് തിരിച്ചു വരേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് ഒരു മേബി ഒരു 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ വെയിറ്റ് ചെയ്യേണ്ടി വരും ആ പെണ്ണിന് വിസ കിട്ടാൻ, PR കിട്ടാൻ വേണ്ടിട്ട്. അതുവരെ ഒറ്റയ്ക്ക് അവിടെ നിൽക്കണ്ടേ, അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് ചെയ്യുന്ന കേസാ. പക്ഷെ ഇങ്ങനത്തെ ഒരു കഥ ഞാൻ കേട്ടത് കൊണ്ട് പറഞ്ഞതാ. ഇങ്ങനെ പോയ ഒരാള് കല്യാണം നാട്ടിൽ പോയി രജിസ്റ്റർ ചെയ്ത് പെണ്ണിനെ ഇത് കൊടുത്ത് PR കിട്ടി, പെണ്ണ് തേച്ച്. ആണോ? പെണ്ണ് തേച്ച്. പെണ്ണിവിടെ തിരിച്ചെത്തി കഴിഞ്ഞിട്ടോ? അല്ല, പെണ്ണിനെ ഇങ്ങോട്ട് PR കിട്ടിയല്ലോ പെണ്ണിന്. ആവശ്യമില്ല. അത് ഞാൻ ചിന്തിച്ചില്ല കേട്ടോ. അതല്ലേ ഇല്ലീഗൽ ഇമിഗ്രേഷൻ. ഞാൻ ഇവിടെ കണ്ടിട്ടുള്ള ഇല്ലീഗൽ മറ്റേ മാരേജ് എന്താ, അതായത് ഈ പറഞ്ഞ മറ്റേ ഏതെങ്കിലും വെള്ളക്കാരിനോ സിറ്റിസൺസിനോ ഇവിടെ കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ പേരിൽ PR വെക്കും. അത് കഴിഞ്ഞിട്ട് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഡൈവോഴ്സ് ചെയ്യും. ലൈക്ക് ആ പെണ്ണിന് എന്തെങ്കിലും പൈസയും കൊടുത്തിട്ട്. പക്ഷെ നീ ഇത് വേറെ രീതി ചിന്തിച്ചു നോക്കി. ഞാൻ എപ്പോഴും പറയണ വേറെ രീതി ചിന്തിച്ചു നോക്കി. നീയാണ് ആ വെള്ളക്കാരി, നാട്ടിലുള്ളതാണ് മറ്റേ ഒന്നൊരു നാട്ടിലെ ചെക്കൻ. കിടിലം പോയിന്റ് കേട്ടോ സെയിം സാധനം തന്നെ. ശരി, നമ്മുടെ നാട്ടിലുള്ള ആളാന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പരിപാടിയൊക്കെ ഒന്ന് തന്നെയാ. എന്തൊക്കെയാണോ പലപ്പോഴേ സത്യമാണതൊക്കെ. പക്ഷെ ആത്മാർത്ഥമായിട്ട് കേട്ടണുണ്ടാവും. അപ്പൊ നമ്മൾ പോയി കല്യാണം ഉറപ്പിക്കുന്നു, അപ്പൊ തന്നെ രജിസ്റ്റർ മാരേജ് ചെയ്യുന്നു. എന്തിനോ അറിയ പോലും ഇല്ല. എന്നിട്ട് ആ പെണ്ണെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഇവനെ കഷ്ടപ്പെടുന്നു. 1 വർഷം കണ്ട് വർക്കൗട്ട് ആയില്ലെങ്കിൽ എന്ത് ചെയ്യും? അതാ എന്റെ ചോദ്യം. പക്ഷെ നമുക്ക് അപ്പൊ അറ്റ്ലീസ്റ്റ് നമുക്കൊന്ന് അറിഞ്ഞു കഴിഞ്ഞ് കിട്ടുന്നതാണ് എപ്പോഴും നല്ലത്. പേപ്പർ വർക്കിന് വേണ്ടി ഒരു പേരിന് പോയി ഒരാളെ കെട്ടണത് എനിക്ക് യോജിക്കാൻ പറ്റില്ല. ബട്ട് ഓരോരുത്തരുടെ സിറ്റുവേഷൻ ആയിരിക്കും, അത് സിറ്റുവേഷൻ കാരണമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, പക്ഷെ എന്നാലും അങ്ങനെ എനിക്കൊരു കുറ്റം പറയില്ല കേട്ടോ. കുറ്റം പറയണതന്നെ അല്ല എനിക്ക്. കാരണം ഒരു എന്റെ ലൈഫ് ഞാൻ അങ്ങനെ കൊണ്ടുപോയി എറിഞ്ഞു കളയാൻ എനിക്ക് പറ്റില്ലല്ലോ. പക്ഷെ കിട്ടില്ല പോയിട്ടോ കേട്ടോ. ഞാൻ അത് ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കാം. അങ്ങനെ ചിന്തിച്ച ആൾക്കാർക്ക് കയറി വരാൻ വേണമെങ്കിൽ നമ്മൾ ഇല്ലീഗൽ സാധനം പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർക്ക്. അല്ല, അങ്ങനെ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇങ്ങനെ കെട്ടിക്കാം എന്തറിഞ്ഞിട്ടാണ് ഇവര് പോയി രജിസ്റ്റർ മാരേജ് ചെയ്തത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഓരോരുത്തരെ കുത്സിത പ്രവൃത്തികൾ ഞാൻ കാണുന്നുണ്ട്. ഇവര് അവിടെ വന്നിട്ട് ഇവിടെ ചിലപ്പോൾ ഒരു ഗേൾഫ്രണ്ട് ഉണ്ടാവും. എന്നിട്ട് അവരുടെ ഉദ്ദേശം ആ 1 വർഷം ഈ പെണ്ണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ടൈം ഉണ്ടല്ലോ, ആ ടൈമിൽ ഇത് ഒഴിവാക്കാം. അല്ലെങ്കിൽ ചെറുക്കനുണ്ടെങ്കിൽ ആ ചെറുക്കനെ ആ 1 വർഷത്തിൽ പതുക്കെ നൈസായിട്ട് തള്ളിക്കളയാം, അത് കെട്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം.
അതൊക്കെ ചെറുതര. അതെ, അങ്ങനെയാ ഉള്ളത്. ഈ കുറെ നാളായിട്ട് ഇവിടെ വന്നേക്കണം, ഞാൻ ഇടക്കിടക്ക് ഇതൊക്കെ കാണുന്നതാണ്. അപ്പൊ എനിക്കത് ഒരു ഇതായിട്ട് തോന്നാറില്ല. ഒരു സംസാരിച്ച് നമ്മളൊന്ന് കംഫർട്ടബിൾ ആയി കഴിഞ്ഞ്, ഇപ്പൊ നമുക്ക് വേറെ നമ്മളൊരു വിശ്വാസത്തിലാണ് ഒരാളെ കെട്ടറേ, അറ്റ്ലീസ്റ്റ് ആ പെണ്ണിന് നമ്മളെ വിശ്വാസമുണ്ട്. നമ്മൾ ഈ മാതിരി പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി. ഞാൻ നിങ്ങളുടെ കേസ് ചോദിച്ചേ, നിങ്ങൾക്ക് ലവ് മാരേജിനോടായിരുന്നോ അറേഞ്ച്ഡ് മാരേജിനോടായിരുന്നോ താല്പര്യം? എനിക്ക് ലവ് മാരേജ് ആയിരുന്നു. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് അറ്റ്ലീസ്റ്റ് അപ്പുറത്തുള്ള പാർട്ട്ണറിനെ എനിക്ക് തന്നെ കണ്ടുപിടിച്ച് എന്നോട് വർക്കൗട്ട് ചെയ്ത് പോകുന്ന ഒരാൾ വേണം. കാര്യം മാരേജ് എന്ന് പറഞ്ഞ സംഭവം എന്താ, കല്യാണം നമ്മൾ കഴിഞ്ഞ് കഴിയുമ്പോഴും നമുക്ക് ഈ സെയിം ലൈഫ് സ്റ്റൈൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റണം. അല്ലേ? നമ്മൾ ചേഞ്ചസ് വരും, ഓഫ് കോഴ്സ് നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് വരും. ബട്ട് എന്നാലും ഇപ്പൊ നമ്മൾ പോകുന്ന പോലെ നമുക്ക് ആ താളത്തിൽ പോകാൻ പറ്റണം. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാൻ പറ്റുന്ന ഒരു കൂട്ട്, അതാണ് നമുക്ക് വേണ്ടത്. നമുക്കൊരു ഫ്രണ്ടിനെ അല്ലേ നമുക്ക് വേണ്ടത് നമ്മുടെ ലൈഫ് ഫ്യൂച്ചറിലേക്ക് കൊണ്ട്. അല്ലാണ്ട് നമ്മളൊരാള് വരുമ്പോ നമുക്ക് എല്ലാം ചേഞ്ച് ചെയ്യണം. നീ കൂട്ടുകാരത്ത് മിണ്ടാൻ പാടില്ല, നീ അങ്ങനെ ചെയ്യാൻ പാടില്ല, നീ ഇവിടെ പോകാൻ പാടില്ല, നീ സിഗരറ്റ് വലിക്കാൻ പാടില്ല, നീ കള്ളു കുടിക്കാൻ പാടില്ല, നീ അമ്മയുടെ സംസാരിക്കാൻ പാടില്ല, അപ്പഴേ സംസാരിക്കാം. ഇതൊക്കെ പറയുന്ന ഒരാള് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ലൈഫ്? നമ്മള് വേറൊരു മനുഷ്യനായി മാറണേ. ഇല്ല, ഞാനായിട്ടിരിക്കാൻ പറ്റുന്ന ആൾ. അതെ, അപ്പൊ അങ്ങനെ അത് അംഗീകരിച്ച് കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരു വ്യക്തി. അങ്ങനെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ കളയരുത്. ഞാൻ ഹാപ്പിയാ. ഞാൻ എന്റെ സോൾമേറ്റിനെ കണ്ട് ഇവിടേക്ക് എഴുതി വെച്ചിട്ടുണ്ട്, വെഡിങ് ഡേറ്റ് ഒക്കെ ഉണ്ട്. ഇത്തവണ ആ സ്ട്രീക്ക് അങ്ങ് കളഞ്ഞു. അതെ, വർഷങ്ങളായിട്ട് ടാറ്റു അടിക്കാതിരുന്നാണ്. അത് പറയാല്ലേ, കിം കർദാഷിന്റെ ബെന്റ്ലിയില് ആരെങ്കിലും സ്റ്റിക്കർ ഒട്ടിക്കുമെന്ന് പറഞ്ഞിരുന്ന ആളെ ഞാൻ ഇപ്പോഴും അങ്ങനെ കേട്ടോ. പക്ഷെ അടിക്കും. ഇല്ലില്ല, പറയാൻ പറ്റില്ല. ഒരു പ്രാവശ്യം അടിച്ചാൽ മതി, പിന്നെ പോയി ചെയ്യുന്നു. അതാണ്. അപ്പൊ എനിക്ക് ഈ ലവ് മാരേജിനെ പറ്റി പറയുമ്പോൾ അതെന്ന് വെച്ചാൽ കുറച്ച് നമ്മൾ ഇമോഷണലി കണക്റ്റഡ് ആയിട്ട് നമുക്ക് ഉറപ്പ് വരുത്തിയിട്ട് കെട്ടിയാൽ മതി. അല്ലെങ്കിൽ മറ്റേത് അറേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ കെട്ടിക്കഴിഞ്ഞിട്ട് സ്നേഹിക്കണേ, ഓരോരുത്തരെ പറ്റി അറിയുന്നത്. ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട്, ലൈക്ക് ഇപ്പൊ നമ്മുടെ വീട്ടുകാരൊക്കെ ലൈക്ക് ഈ സെയിം സിറ്റുവേഷനിൽ തന്നെ ആയിരുന്നു. അതെ, അത് ശരിയാണ്. പണ്ടത്തെ സിറ്റുവേഷൻ അല്ല ഇപ്പോ കാര്യം. പണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ പാരന്റ്സ് ഒക്കെ ഇതിനു മുമ്പ് റിലേഷൻഷിപ്പിലോ ഇതിലൊന്നും പെട്ടുപോയിട്ടില്ല. ഇപ്പൊ നമ്മള് ഒരാള് ഇതിനു മുമ്പ് നമ്മൾ കെട്ടുന്നതിന് മുമ്പ് വേറൊരാളെ സ്നേഹിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഇല്ല, ഒരിക്കലും പറയാൻ പറ്റില്ല. അതൊരു തെറ്റും പറയാൻ പറ്റില്ല. അത് തെറ്റല്ല. കാര്യം വെച്ചാൽ നമുക്കിത് അറിഞ്ഞിരിക്കും, നമ്മൾ അങ്ങനെയാണല്ലോ നമ്മുടെ ആളെ പെർഫെക്റ്റ് ആളെ ചൂസ് ചെയ്ത് വരുന്നത്. ബട്ട് പണ്ട് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. പണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും സാക്രിഫൈസ് ചെയ്യാൻ ലൈഫ്. ഇപ്പൊ നമ്മുടെ അപ്പനമ്മമാര് ചിലപ്പോ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷം കഴിഞ്ഞിട്ടായിരിക്കും അവരൊന്ന് ശരിക്കും ആടും കൂടി ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. ഞാനത് കേട്ടിട്ടുണ്ട്. ഈ അറേഞ്ച് മാരേജ് തുടക്കത്തിലേക്ക് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ വയ്യാത്തൊരു വ്യക്തിയാണ്. പയ്യെ വർഷങ്ങൾ എടുക്കും അവർക്ക് ആ ഒരു സ്നേഹം ബന്ധം വരാനായിട്ട്. അപ്പൊ അത് സെയിം സാധനം തന്നെയാണ് ലവ് മാരേജും. അതെ, പക്ഷെ എന്നാലും നമ്മള് ഒരു കമ്മിറ്റഡ് ഒരു ഫുൾ ഇത് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ആ പേഴ്സണെ പറ്റി ഒരു അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും അറിയാൻ പറ്റും. ഒരിക്കലും നമ്മള് എല്ലാം പെർഫെക്റ്റ് ആയിട്ടല്ല ആളെ കിട്ടുന്നത്. നമ്മള് കല്യാണം കഴിച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ കുറെ കാര്യങ്ങൾ അറിയണേ. ബട്ട് നമുക്ക് ആ സ്നേഹം അത്ര ഉള്ളിലുള്ളതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. നേരത്തെ അറേഞ്ച്ഡ് മാരേജില് വരുമ്പോ തന്നെ ഒരാള് വീട് കൊളന്നുകൊണ്ടാനായിട്ട് ഒരാൾ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നമുക്കറിയില്ലല്ലോ ഒരു സിറ്റുവേഷൻ. രണ്ട് രീതിയിലും സംസാരിക്കാം. അതായത് ഈ പറഞ്ഞ അറേഞ്ച്ഡ് മാരേജിലുള്ള നല്ല ആൾക്കാരുണ്ട്, ഇഷ്ടംമാതിരി. നമ്മുടെ എല്ലാവരും പാരന്റ്സ് വലിയ കല്യാണം എത്ര വർഷങ്ങളായി. അവരുടെ ഉള്ളില് അവരുടെ ഇങ്ങനെ രസകരമായ തല്ലുപിടുത്തങ്ങളും അതും ഇതൊക്കെ ഉണ്ട്. പക്ഷെ അവരുടെ ഉള്ളിലുള്ള സ്നേഹം ഇപ്പോഴും പ്യൂറാണ്, അല്ലേ? പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനില് ഇപ്പോഴത്തെ കാലത്ത് ഡിവോഴ്സ് എന്ന് പറഞ്ഞ റേറ്റ് ഇച്ചിരി കൂടുതലാണ്, അല്ലേ? പണ്ടായിരത്തെ കാലം ആളുകൾ അഡ്ജസ്റ്റ് ചെയ്യില്ല, അധികം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും ഒരു ചെറിയ കാരണം മതി. അതിപ്പോ ഒരു ഫാഷനായി മാറിയേക്കും. അതെ, ട്രെൻഡാണ് ഇപ്പൊ ഈ പറയുന്ന ഈ ഫെമിനിസ്റ്റുകളും ഈ ആണുങ്ങൾക്കുമുള്ള ആണുങ്ങളായാലും അവരുടെ ഇടയിൽ ഒരു ഇതുണ്ട്, ഈഗോ ഉണ്ടല്ലോ. അപ്പൊ ആണുങ്ങൾക്ക് നല്ല ഈഗോ ഉണ്ട്, പെണ്ണുങ്ങൾക്കും ഉണ്ട്. നമുക്കില്ല എന്ന് പറയാൻ പറ്റില്ല. അവരുടെ ഈഗോനെ ചോദ്യം ചെയ്ത് കഴിയുമ്പോ അവരെ നെക്സ്റ്റ് വന്നാൽ പിന്നെ ഇല്ല നിർത്തിയേക്കാം. ഈ ഒരു സെറ്റപ്പ് കൺക്ലൂഷനിലേക്ക് എത്തും. നേരെ നമ്മുടെ പണ്ടത്തെ ആളുകളാണെങ്കിൽ നേരെ തല്ല് പിടിച്ചിട്ട് ചിലപ്പോൾ 5 മിനിറ്റ് മാറി എന്നിട്ട് തിരിച്ചു വന്നിട്ട് ചായ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആ പരിപാടി തീർന്നു. ഇപ്പൊ അങ്ങനെ പറ്റില്ല, അല്ലെ? ആ രീതിയിൽ നമുക്ക് ചിന്തിക്കാനും പറ്റില്ല. ഇപ്പോഴത്തെ ജീവിത രീതി മാറിയത് കൊണ്ടും ലൈക്ക് ഈ പറയുന്ന ലൈക്ക് ഭയങ്കര ലൈക്ക് എന്താ പറയാ, ഇടിപിടിന്ന് എടുത്തുചാട്ടവും കാര്യങ്ങളും എല്ലാം ഇപ്പോഴത്തെ പിള്ളേർക്ക് കൂടുതലാണ്. ഡിസിഷൻ മേക്കിംഗ് ഇങ്ങനെ ക്വിക്കാ എല്ലാ കാര്യം. ഇപ്പൊ ടിക്ടോക്ക് അല്ലെങ്കിൽ റീല് കാണുന്ന പോലെ അവർക്ക് എന്റർടൈൻമെന്റ് ഈ 10 സെക്കൻഡിനുള്ളിൽ നടന്നോളാം. അല്ലെങ്കിൽ
മൂവ് ഓൺ ചെയ്യും. മൂവ് ഓൺ ചെയ്തോണ്ടിരിക്കും. അപ്പൊ അത് വലിയൊരു ഒളിച്ചോട്ടമാണെന്ന് ഞാൻ പറയും അതൊക്കെ. അതെ അതെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടെ ഓരോ റിയാലിറ്റിന്ന് ഒളിച്ചോട്ടില്ല. ലൈക്ക് ഇപ്പൊ ഒരു സ്നേഹം ഉള്ളിടത്താണ് ഈ അടിയും വഴക്കുകളെല്ലാം ഉണ്ടാവുക. ചട്ടിയും കലാകുമ്പോ തട്ടിമുട്ടിയിരിക്കും. ആ ഒരു സെറ്റപ്പ് അത് മനസ്സിലാക്കി അത് തിരുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ചട്ടിക്ക് അതൊക്കെ ഒരു വിഷയമില്ല അതൊന്നും. അതെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ അങ്ങനെയുള്ള പഠിക്കണേ. അതെ അതെ. അപ്പൊ ഒരാളെ പറ്റി ശരിക്കും ഞാൻ എല്ലായിടത്തും വായിച്ചും കേട്ടൊക്കെ ഉണ്ടായിരുന്നു, ഒന്ന് ഉടക്കി കഴിഞ്ഞാലേ ആ റിലേഷൻഷിപ്പിന്റെ ആ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാവത്തുള്ളൂ. അതെ കാര്യം അത് അപ്പോഴറിയുള്ളൂ ഇത് നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വി ക്യാൻ കോൺകർ എ ലോട്ട്. ലൈക്ക് ഞാൻ എൻ്റെ വൈഫിലേക്ക് എപ്പോഴും കരുതുന്ന ഒരു കാര്യം, ലൈക്ക് ഐ മീൻ ഇഷ്ടംപോലെ വഴക്കുകളുണ്ടാവും. ലൈക്ക് ഉറപ്പായിട്ടും വഴക്കുകളുണ്ടാവും. വഴക്കുകളില്ലാത്ത ഇതില്ല. വഴക്കുണ്ടായി കഴിഞ്ഞാൽ അന്ന് രാത്രി കിടക്കുന്നതിന് മുന്നേ തീർത്തിട്ടേ കിടക്കാം. അത്രേ ഉള്ളൂ. ലൈക്ക് ഫുള്ള് പരിപാടി സംസാരിച്ച് തീർത്ത് അതെവിടെയാണോ പോയിന്റ് ആ പോയിന്റ് സംസാരിച്ച് തീർത്ത് അത് മനസ്സിലാക്കി അത് തിരുത്താനായിട്ടുള്ള മനസ്സും കാണിച്ച് മുന്നോട്ട് പോകും. അങ്ങനെ ചെയ്താൽ മതി. അടിപൊളിയായിട്ട് പോയി. കാര്യമൊന്നുമില്ല. അതെ, കാര്യം എന്ന് വെച്ചാൽ നമ്മള് എപ്പോഴും കുറെ പേർക്ക് മിസ്റ്റേക്ക് വരുന്നത് നമുക്ക് എപ്പോഴും സെക്കൻഡ് ഓപ്ഷൻ ഉണ്ടെന്ന് ചിന്തിക്കുമ്പോഴാണ്. അപ്പോഴാണ് നമ്മൾ ഈ വേറെ ഇതിലേക്കൊക്കെ വേറെ ആളെ നോക്കാനും ചീറ്റിങ്ങും ഈ സംഭവത്തിലേക്ക് പോകുന്നത്. പക്ഷെ നമ്മള് ഒരാളെ സ്നേഹിച്ച് നമ്മൾക്ക് അത്രയും സ്നേഹം തരുമ്പോ നമ്മള് പുറത്തേക്ക് വേറെ നോക്കി പോകേണ്ട ആവശ്യമില്ല. ഒരിക്കലും ചെയ്യരുത്. കഷ്ടത്തിലുള്ളത് കളഞ്ഞിട്ട് വേറെ നോക്കിയിട്ട് കാര്യമുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ആണ് നമ്മളിപ്പോ ഈ ലവ് മാരേജ് അറേഞ്ച് മാരേജിലും പണ്ട് കണ്ടേക്കുന്ന സംഭവങ്ങളാണ്. ഇപ്പൊ പണ്ട് സ്നേഹിച്ച് കെട്ടിയ കുറെ പേരുണ്ട്, ഇപ്പോഴും അടിപൊളിയായിട്ട് സ്നേഹിച്ചു പോകുന്നുണ്ട്. അറേഞ്ച്ഡ് മാരേജ് അത് തന്നെ. പക്ഷെ നേരെ തിരിച്ച് ഉടക്കി പോയ രണ്ട് സൈഡും ഉണ്ട്. ഈ പറഞ്ഞ ലവ് മാരേജ് ആട്ടെ അറേഞ്ച് മാരേജ് ആട്ടെ അല്ല, രണ്ട് സൈഡിലും അടി ഉണ്ടാക്കി ഡൈവേഴ്സ് ആവുന്നവരുണ്ട്, നല്ല കിടിലനായിട്ട് അടിപൊളിയായിട്ട് ഇപ്പോഴും ജീവിക്കുന്നവരുണ്ട്. പക്ഷെ ഇത് രണ്ടിലും എപ്പോഴും വേണ്ട ഒരു സാധനം ഞാൻ എന്താണെന്നറിയാമോ? എപ്പോഴും മനസ്സിലാണ് കമ്മ്യൂണിക്കേഷൻ. 100% അല്ലേ? വേറെ ഒന്നുമില്ലെങ്കിലും കമ്മ്യൂണിക്കേഷൻ. നമുക്ക് ജീവിതം അങ്ങാടും ഇങ്ങോട്ട് തിരിയുമ്പോ വർത്താനം പറയണം, ചിരിക്കണമെന്നല്ല പറയണേ. നമുക്കിപ്പോ ഓരോരുത്തർക്ക് സ്പേസും കൊടുക്കണമെന്ന് ഞാൻ പറയും. കാരണം ചില ടൈമിൽ നമ്മളെല്ലാവർക്കും ഈ ഇമോഷൻസ് ഉള്ളവരാ. ചിലപ്പോ എന്തെങ്കിലും നമ്മൾ ട്രിഗേർഡ് ആവും. ആ ട്രിഗേർഡ് ആവുന്ന ടൈമില് ഗിവ് ദം സ്പേസ്. സ്പേസ് കൊടുത്ത് മാറിയുന്നു അവരാ കൂൾ ഓഫ് ആകുമ്പോ അതിനെപ്പറ്റി സംസാരിക്കുക. അത് സംസാരിച്ച് തീർക്കണം. അതെ, അവിടെയാണ് ഇതിരിക്കണേ. ആ സംസാരിക്കാൻ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത് പറ്റുമോന്ന് എനിക്കറിയാം. നമ്മളും ഈ തലമുറയിലൊക്കെ വലിയ 100 വയസ്സൊന്നും ആയിട്ടില്ല, എന്നാലും നമ്മള് കുറച്ചും കൂടി സംസാരിക്കും. എനിക്കറിയില്ല എല്ലാരും ഇങ്ങനെയാണോന്ന്. ഇപ്പോഴത്തെ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഇതൊക്കെ അറിയാവുന്ന കേസൊക്കെ മനുഷ്യന്മാരല്ലേ. അതെ അതെ. ഇപ്പോ അത് ആ രീതിയിൽ പോയിക്കാൻ എനിക്ക് തോന്നുന്നത് ലവ് മാരേജ് ആണ് അറേഞ്ച്ഡ് മാരേജ് ആണ് അതിലൊന്നും വലിയ കാര്യമില്ല. ബട്ട് സെയിം ടൈം ഐ സ്റ്റിൽ പ്രിഫർ എനിക്കൊരാളെ കണ്ടുപിടിക്കണം. അതായിരിക്കും എപ്പോഴും ഉറപ്പായിട്ടും ലൈക്ക് വീട്ടുകാർ കണ്ടുപിടിക്കേണ്ട കാര്യമല്ലല്ലോ അത്. അതെ, പക്ഷെ ഈ കണ്ടുപിടിക്കുമ്പോ ഉള്ള വേറൊരു പ്രശ്നം എന്ന് അറിയാമോ? നമ്മുടെ സൊസൈറ്റിയിൽ വെച്ചിട്ട് കണ്ടുപിടിക്കുമ്പോ ഇപ്പൊ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ ആ പെണ്ണ് സെയിം ഇതിനകത്ത് തന്നെ കുറെ ഉണ്ടല്ലോ മതം കയറി ഭയങ്കര ഡേഞ്ചറാ. പക്ഷെ അതൊരു വലിയൊരു കാര്യമാണ്. ഇപ്പൊ ഞാൻ കെട്ടിക്കഴിഞ്ഞപ്പോ എനിക്ക് കുറച്ച് ഇപ്പൊ ഞങ്ങള് കല്യാണം എല്ലാം ഉറപ്പിച്ച കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. കോംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോ ഇപ്പൊ എന്റെ വൈഫ് ഓർത്തഡോക്സ് ആണ്, ഞാൻ ലാറ്റിൻ കാത്തലിക് ആണ്. അപ്പൊ ഞങ്ങള് കെട്ടണമെന്നുണ്ടെങ്കിൽ ഓർത്തഡോക്സും ലാറ്റിൻ കാത്തലിക്കും തമ്മിൽ കെട്ടാൻ പറ്റില്ല. എന്താണെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല എന്താ സംഭവം. ബട്ട് അതുകൊണ്ട് എന്റെ വൈഫ് വേറെ ഇതിലേക്ക് മാറിയിട്ട് വേണം കെട്ടാൻ. എന്തിനാണെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാവണില്ല. മാറി വേറെ പഠിച്ച് അതൊക്കെ ചെയ്തിട്ടൊക്കെയാണ് ആയത്. ഏതിലേക്കാണ് മാറിയത് എങ്ങനെ മാറുന്നത് ഞാൻ പറയണില്ല, ബട്ട് മാറി. അപ്പൊ അത് അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം എന്താണെന്നാണ്. നമ്മൾ ജസ്റ്റ് പള്ളിയിൽ വെച്ച് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. നമ്മളിപ്പോഴും നമ്മുടെ സൊസൈറ്റിനെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. നമ്മളിപ്പോ നേരെ രജിസ്റ്റർ ഓഫീസിൽ പോയി നമ്മുടെ വീട്ടുകാർ രണ്ടുപേരും ഓക്കെ ആണെങ്കിൽ അവിടെ കെട്ടിക്കഴിഞ്ഞ് പ്രശ്നം വന്നില്ല. ഇല്ല, രണ്ട് മനുഷ്യന്മാരല്ലേ കിട്ടുന്നത്, രണ്ട് ജാതിക്കാരൊന്നും അല്ലല്ലോ കിട്ടുന്നത്. എന്റെ മറ്റേ കല്യാണത്തിന്റെ സമയത്ത് ഈ മറ്റേ അമ്പലത്തിന്റെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാം വന്നിട്ട് മറ്റേ കാശ് വിരിക്കലും പരിപാടിയൊക്കെ ആയിരുന്നു. ലൈക്ക് കാശ് തരണം പറ്റത്തില്ല, ഞാൻ നടക്കത്തില്ല തരത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്തിനാ ആവശ്യം കൊടുക്കണേ? ലൈക്ക് ഇങ്ങനെ ഒരു എന്താ പറയാ കല്യാണം നടക്കുമ്പോ അതിന് മറ്റേ പിരിവായിട്ട് സാധനം കൊടുക്കണോന്നൊക്കെ പള്ളിയിലുണ്ട്. അത് ഞങ്ങളുടെ പള്ളിയിലും കൊടുക്കണ്ടേ? ഇതൊക്കെ എന്തിനാ കൊടുക്കണേ? പക്ഷെ അതൊക്കെ ഒരു ഇതാണ്. പള്ളിയിൽ നേർച്ച ഇടണം, പള്ളിയിൽ ഇതിന് കാശ് കൊടുക്കണം, അതിന് കാശ് കൊടുക്കണം, പള്ളി അത് മേടിച്ചു കൊടുക്കണം. അതെല്ലാം കല്യാണം അത് എല്ലായിടത്തും എല്ലാവരും ബിസിനസ് ആവും.
അതിനെ പറ്റി സംസാരിക്കാൻ വലിയ ആളല്ലോ കേട്ടോ ഞാൻ. എനിക്ക് അറിയില്ല കൂടുതൽ സംഭവം. കാര്യം എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്ന ആളാണ്. പക്ഷെ ഞാൻ എല്ലാ ഞായറാഴ്ചയും പോയി പള്ളിയിൽ പ്രാർത്ഥിക്കുമെന്ന് വെച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു മനുഷ്യനല്ല ഞാൻ. ഇപ്പൊ എനിക്കൊരു ആളുകളെ കാണിച്ചിട്ട് ഇപ്പൊ പ്രാർത്ഥിക്കണമെന്നില്ല. ഇപ്പൊ ഓരോരുത്തർ ഉണ്ടാക്കി വെച്ചിട്ട് നിയമം എന്നാണ് ഞാൻ അത് വിചാരിക്കണേ, അല്ലേ? നീ ഞായറാഴ്ച ഇത്രയും മണിക്കൂർ പോയി പള്ളിയിൽ പ്രാർത്ഥിച്ചാലേ നിനക്ക് ഇത് ഉണ്ടാവുള്ളൂ. അത് കടമുള്ള ദിവസമാണ്. അപ്പൊ അതിനെന്തായാലും ചെയ്യണം. നമുക്ക് വീട്ടിലെടുത്ത് പ്രാർത്ഥിച്ചൂടെ? അവിടെ പോയി അച്ഛൻ പ്രസംഗിക്കുന്നതും ഞാനിപ്പോ ഒന്ന് നിശബ്ദമായിട്ടിരുന്ന ഒരു ബൈബിൾ വായിക്കുന്നതും വ്യത്യാസം എന്താ? ഇതിപ്പോ ഞാനൊന്ന് എഴുന്നേറ്റിരുമ്പോ ദൈവമേ ഈ ദിവസത്തിന് നന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ദൈവത്തിനോട് സംസാരിക്കുന്നത് അത്ര മതി എന്നുള്ളതാണ് എന്റെ ഒരു കൺസെപ്റ്റ്. ഇപ്പൊ നമ്മള് പള്ളിയിൽ പോയി നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് അപ്പുറം എന്തായിരുന്നു ഇന്നെന്താ കഴിച്ചത് ഇതൊക്കെ ചോദിച്ച് പള്ളിയിൽ വർത്തമാനം പറയാൻ പോണേല് വലിയ കാര്യമില്ല. നമുക്ക് സമയമുള്ളപ്പോൾ നമ്മൾ പോകും. എനിക്ക് തിരക്കുള്ളത് എപ്പോഴും വീക്കെൻഡിലുള്ളതായിരിക്കും. എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റിയൊന്നുമില്ല. നമ്മള് അത് ദൈവവിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല പോണത്, നമുക്ക് പറ്റാത്തതുകൊണ്ടാ. ജീവിച്ചാലേ ഇതൊക്കെ നടക്കുള്ളൂ. ഞാനിപ്പോൾ അതായത് ഞാൻ എൻ്റെ ഒരു ഒരു ദിനചര്യ പറയുവാണെങ്കിൽ രാവിലെ തുടക്കം ഞാൻ എണീക്കുമ്പോഴേ ഞാൻ നിലത്ത് ഇങ്ങനെ തൊട്ടിട്ടായിരിക്കും ഞാൻ എണീക്കുക. അത് കഴിഞ്ഞിട്ട് പോയി ഉറപ്പായിട്ടും മനസ്സിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടായിരിക്കും മുന്നോട്ട് പോവുക. മനസ്സിലുണ്ടായ മതി എന്നൊരു കൺസെപ്റ്റാണ് എനിക്ക്. അല്ലാണ്ട് ഓരോടത്തും പോയി കൊണ്ട് കാണിക്കേണ്ട കാര്യമില്ല. ഇല്ല, അതിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ മതം അവിടെ അതാണത്. ഇപ്പൊ നിങ്ങൾക്കും ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നോ കല്യാണം കഴിച്ചപ്പോ? പിന്നല്ലാണ്ട് വലിയ വിഷയങ്ങളല്ലായിരുന്നോ? അടി ഉണ്ടാവൂടാ. അത് ഒബ്വിയസ്ലി രണ്ട് മതമാണ്. അപ്പൊ അത് കാരണം തന്നെ എനിക്ക് മനസ്സിലാവാത്ത ഹിന്ദു അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനുള്ളിലുള്ള കഥയാണ്. അതല്ല അത് ഞാൻ ഒരിക്കലും ഞാൻ അംഗീകരിക്കൂല. രണ്ട് മനുഷ്യന്മാരാണ്. അവർക്ക് സ്നേഹമാണ്, ഇഷ്ടമാണെങ്കിൽ ഒബ്വിയസ്ലി അങ്ങ് അത് അംഗീകരിക്കണം. അതല്ലാണ്ട് ബാക്കിയുള്ള മതവും ജാതിയും എല്ലാം കയറി വരുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യമില്ല. ഞാൻ സമ്മതിക്കത്തുമില്ല. അതിന്റെ മുകളിൽ കുറെ ജ്യോത്സ്യന്മാർ അവിടെ ഇരുന്നിട്ട് കവടി നിർത്തിയിട്ടും കുറെ വേണ്ടാധീനങ്ങൾ വിളിച്ചു പറയും. എനിക്കറിയാവുന്ന ഒരു പെങ്കൊച്ചുണ്ടായിരുന്നു. അവളോട് ആദ്യം പറഞ്ഞതെന്ന് പറഞ്ഞാല് നീ കെട്ടിക്കഴിഞ്ഞാൽ നിന്റെ ഹസ്ബൻഡ് പോയി, 1 വർഷത്തിൽ പോയി. അപ്പൊ നീ ഒരു കാര്യം ചെയ്താൽ മതി, നിനക്ക് ഫസ്റ്റ് ഹസ്ബൻഡിന് നീ വാഴയായിട്ട് സങ്കല്പിക്കുക. വാഴയായിട്ട് സങ്കല്പിച്ച് നീ മറ്റേ കത്തി വെച്ചിട്ട് വെട്ടുക. ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കും? കെട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് ഒരാളെ പ്രേമിക്കാൻ പോവാണ്. എനിക്ക് ആദ്യം ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പൊ അതെങ്ങനെയാ പോയത്? ഞാൻ എന്റെ ഹസ്ബൻഡിനെ കൊന്നു. ഇങ്ങനെ പറയാൻ പറ്റും? എനിക്കറിയാൻ പാടില്ല. ഇമാതിരി സാധനങ്ങളാ. പിന്നെ ചൊവ്വാ ദോഷങ്ങള് അവിടെ ഓരോ സാധനങ്ങളെല്ലാം വിളിച്ചു പറയുന്നുണ്ട്. ഇതൊക്കെ എന്തിന്റെ ബേസിൽ? ഇതൊക്കെ നല്ലതാണോ ചീത്തയാണോ? ജോത്സ്യം നല്ലതാണോ? ഞാൻ കേട്ടിട്ടുണ്ട്. പല പല കഥകളും ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ കഥകളും വെച്ചിട്ട് പലതും ഓരോരുത്തരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കല്യാണം കഴിക്കുന്ന സമയത്തല്ല ഇങ്ങനെ ഓരോന്നൊക്കെ പറയുമ്പോഴത്തെ ഇത് നോക്കുമല്ലോ നിങ്ങളുടെ രണ്ടുപേരും ജാതകം ചേരുമോ എന്നുള്ള പൊരുത്തവും കാര്യങ്ങളൊക്കെ നോക്കും. അപ്പം നല്ല പൊരുത്തം ഉണ്ടെങ്കിൽ ഓക്കെ. അതിപ്പോ ഒരാളുടെ പോയി പറയുന്ന സാധനമല്ല അപ്പുറത്ത് പോയി പറയുന്നത്. പലരും പലതാ പറയുന്നത്. ഇതിപ്പോ ഏതാ വിശ്വസിക്കാം? ഒന്ന് ഞാൻ ആ ഒരു പരിപാടിക്ക് സപ്പോർട്ട് കേട്ടോ. അതായത് നോക്കണ്ട എന്തിന്. അതെ, സ്നേഹം ഉണ്ടാന്ന് നോക്കിയാ പോരെ. അതപ്പോ ഈ അറേഞ്ച്ഡ് മാരേജ് ലവ് മാരേജ് എല്ലാത്തിനും നോക്കും. ലവ് മാരേജിൽ പിന്നെ അധികം ഒരു കെട്ടിക്കഴിഞ്ഞിട്ടായിരിക്കും പകുതി പറയണത്. ഇപ്പൊ അതല്ലല്ലോ ട്രെൻഡ്. ലവ് മാരേജ് കം ടു അറേഞ്ച്ഡ് മാരേജ് ആണ്. ഈ ലവ് ചെയ്യുന്ന ആൾക്കാരുടെ വൺ ഓഫ് ദ മെയിൻ എന്റെ വീട്ടുകാർ സമ്മതിക്കണം കേട്ടോ. അതാണ് ലവ് മാരേജ് ബേസ് ആയിട്ട് കുറെ പേര് പറയുന്നത്. അതെ അതെ. പിന്നെ വീട്ടുകാരെ കൺവിൻസ് ചെയ്ത് വർഷങ്ങളെടുക്കും. ഞാൻ ഒരു 2-2.5 വർഷം എടുത്തു എന്ന് എനിക്ക് തോന്നുന്നു. ആൾക്കാരല്ലേ അതെ അതെ എല്ലാരും ആ ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അപ്പൊ അതിന്ന് അപ്പം അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു നോക്കിയേ. ഇവര് ആ ഒരു സമൂഹത്തിൽ ജീവിക്കുക. നാട്ടുകാർ അവരോടല്ലേ വന്ന് ചോദിക്കുന്നത് അവൻ ആ ഒരു ജാതിയിലാണ്, അവൻ ഈ ഒരു ജാതിയിലാണ്. ആ ഒരു സെറ്റപ്പിൽ അവരെ കുറ്റം പറയാനൊന്നും കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുമ്പോ അങ്ങനെയാണ്. ഉറപ്പായിട്ടും നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നമ്മുടെ നാട്ടുകാർക്കാണ് കൂടുതൽ വേവലാതി. അവര് പറയും, അവരാണ് അഭിപ്രായം പറയണവര്. വീട്ടുകാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മളെപ്പോഴും അവരെന്ത് വിചാരിക്കും? നമ്മുടെ ഹ്യൂമൻ
ഇതാണല്ലോ മെന്റാലിറ്റി ആണത്. അവരെന്ത് വിചാരിക്കും, അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചിന്തിച്ചു പോണത്. കാര്യമൊന്നുമില്ല. ഞാൻ ഇപ്പം ഒരു ബേസിക്കലി ഒരു അടിയറായിട്ട് പറയുവാണെങ്കിൽ ലവ് മാരേജ് ഓക്കെ 100% എഗ്രി. മറ്റേ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ അറേഞ്ച്ഡ് ആക്കിക്കോ, അത് കഴിഞ്ഞൊരു കുറേ നാള് നേരത്തെ പറഞ്ഞ പോലെ ഒരു കൊല്ലം അല്ലെങ്കിൽ ഒരു 2 കൊല്ലം അവർക്കൊന്ന് സ്നേഹിക്കാനായിട്ടുള്ള ഒരു അവസരം കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അത് വർക്കൗട്ട് ആവുകയാണെങ്കിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ കല്യാണത്തിനോട്ട് അങ്ങനെ പോകുന്നത് അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ വേറൊരു സാധനം പറയട്ടെ, ഇത് കഴിഞ്ഞിട്ടൊരു വേറൊരു മാരേജിന് ഓപ്പൺ മാരേജ്. നമ്മൾ എന്ത് കേട്ട സാധനം ഓപ്പൺ മാരേജ്. അതിനെ കുറിച്ച് എനിക്ക് കൂടുതൽ ഞാനിപ്പോ ഇവിടെ ഇരുന്നപ്പോഴാണ് ഈ ഓപ്പൺ, ആദ്യം ഞാൻ വിചാരിച്ച് ഇതെന്താണ് ഈ ഓപ്പൺ മാരേജ്, ലൈക്ക് എന്ത് തുറന്നു കിടക്കുന്ന മാരേജ്. തുറന്നു കിടക്കുന്ന മാരേജ്, മാരേജ് എന്ന് പറയുന്നത് അത് ലീഗലി അവര് ഇഷ്ടത്തിലാണ്. ബട്ട് സെയിം ടൈം ദേ ക്യാൻ, അവർക്ക് ആരുടെ കൂടെ വേണമെങ്കിലും പോവാം, രണ്ടുപേർക്കും. അപ്പൊ അത് മാരേജ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം അത്. അപ്പൊ അവര് പറയണത് പുറത്തു പോയി കഴിഞ്ഞാൽ ദേ ആർ ഫ്രീ, ബട്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് വന്നു കഴിയുമ്പോ അവർ ഹസ്ബൻഡ് വൈഫാണ്. ഇതൊക്കെ എവിടുത്തെ നിയമം എനിക്കറിയാൻ പാടില്ല. ഇത് ഓരോരുത്തരുടെ ഒരു കേരളത്തില് ലൈക്ക് ഇത് കോടതി അനുവദിച്ച കേസാ. അതെ, ലൈക്ക് ലീഗലി ഇത് അലൗഡ് ആണ്. ഇതൊക്കെ എങ്ങനെ ലീഗലി അലൗഡ് ആക്കി കളയുന്നേ? ഇപ്പൊ അതാണ് കുടുംബ ബന്ധത്തിലൊക്കെ പിന്നെ എന്ത് വിലയുള്ളേ? ഇക്വാലിറ്റി. പിന്നെ ക്വാളിറ്റി ആ കാര്യം ഇത് വീട്ടുകാരും നമ്മുടെ പുതിയ നാട്ടുകാർ സമ്മതിക്കുമോന്ന് എനിക്കറിയില്ല. ബട്ട് അത് നടക്കുന്ന കാര്യമാണ്. അപ്പൊ അതിന്റെ പോലത്തെ വേറൊരു സാധനം പറയട്ടെ, പോളിഗമി. പോളിഗമി തന്നെ? പോളിഗമി എന്ന് പറഞ്ഞ ഒരാൾക്ക് മറ്റേ പൂക്കള് തമ്മിൽ ആ സാധനമല്ല, മറ്റേ ചെമ്പരത്തി പോയി ആ സാധനമല്ല. ഇല്ല, ഇത് ഒരാൾക്ക് ഒരു മൾട്ടിപ്പിൾ ആളുടെ കല്യാണം കഴിക്കാം. ആ മൾട്ടിപ്പിൾ ആളുടെ കല്യാണം കഴിക്കുമ്പോൾ എല്ലാരും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ്, എല്ലാരും ഒരുമിച്ച് ഇഷ്ടമായിരിക്കും. ഇപ്പൊ ഇതൊരു വ്യക്തി, ഇവിടെ ഒരു ആള്, ഇവിടെ ഒരാള്, ഇവിടെ ഒരാള്, ഈ 3 പേരെയും ഈ പെണ്ണ് കല്യാണം കഴിച്ചേക്കണേ. പക്ഷെ ഈ പെണ്ണും ഇവരും എല്ലാരും തമ്മിൽ ഇഷ്ടത്തില്ല. എന്താണ് ത്രീസമോ? ആ സാധനമല്ല, ഇത് വേറെ. അത് വൺ ടൈം ആൻഡ് ഗോ ആണല്ലോ. ഇല്ല, ഇത് ഒരുമിച്ച് കല്യാണം കഴിച്ചേക്കണേ. ഇവര് 4 പേരെ കല്യാണം കഴിച്ചേക്കണേ. ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പോളിഗമി നാട്ടിലാണ്. വേറൊരു എക്സാമ്പിള് ഈ പോളിഗമിനെ പറ്റി ഇച്ചിരി പുറകോട്ടാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അത് ഈ ട്വിറ്ററിൽ കയറി നശിപ്പിക്കുന്നതാണ്. പുതിയ എക്സ് ഉണ്ടല്ലോ, ഇലോൺ മസ്കിന്റെ എക്സ്, ഇതിൽ മൊത്തം ഇതൊക്കെയാ വരുന്നത്. ഇതിനകത്ത് വേറൊരു സാധനം കഴിഞ്ഞ ദിവസം വന്നത്, ഒരു US നടന്ന സംഭവം. ഇവൻ അവന്റെ ഒരു പെണ്ണിനെ അമ്മേനെയും സ്നേഹിച്ചു, 2 പേരെയും പ്രഗ്നന്റ് ആക്കി. അവൻ പെണ്ണിനെയും അമ്മേനെയും പ്രഗ്നന്റ് ആക്കി. ഇവരെല്ലാം കല്യാണം കഴിച്ചിരിക്കുകയാണോ? അവര് കല്യാണവും കഴിച്ചിട്ടില്ല. ഇത് എന്ത് കമ്മിയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഈ സാധനം പുതിയ എന്തെങ്കിലും ആയിരിക്കും നമ്മളറിയാത്തത്. ആ സാധനത്തില് എന്നിട്ട് ആ മോളും അമ്മയും അവിടെ നിന്ന് സംസാരിക്കണുണ്ട്. അവർ ക്ലിപ്പാണ് കാണിക്കണേ. ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ ഗെറ്റ് ടു റേസ് മൈ കിഡ്സ് വിത്ത് മൈ മംസ് കിഡ്സ് എന്നൊക്കെ. മംസ് കിഡ്സ് and even better, both kids are coming from the same man, we both love each other. ഇതൊക്കെ കണക്ഷന് എനിക്ക് എന്തെങ്ങനെയാണത്? ഒരു അമ്മയും മോളുമാണ് ഈ സംസാരിക്കണതേ. എവിടെ നടന്നാ? US നടന്നതാ. ഇതൊക്കെ നാട്ടിൽ നടന്നെങ്കിൽ ഇപ്പൊ ന്യൂസിൽ ഈ നാട്ടിൽ നടക്കുന്ന കാര്യം എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ അവിടെ ഇവിടെ ഒക്കെ ആൾക്കാർ ഇതൊക്കെ എന്താണത്? ഇപ്പൊ ഇവിടത്തെ കുറെ ആളുണ്ട്. ഇപ്പൊ എനിക്ക് ഈ റാപ്പ് ആർട്ടിസ്റ്റ് ഒരാളെ പറ്റി എനിക്കറിയാവുന്നത്, പുള്ളിക്കാരൻ 3 പെൺപിള്ളേരെ 3 പെണ്ണുങ്ങളെ ആയിട്ട് ഇതാണ് പോളിഗമിയാണ്. എല്ലാരോടും സ്നേഹത്തില ഇവരെന്നിട്ടാ പറയണെന്ന് അറിയാമോ? പെണ്ണുങ്ങളെ അങ്ങോട്ട് 3 സിസ്റ്റർ വൈഫ്സ്. ഓ, പേരൊക്കെ ഇട്ടിട്ടുണ്ടല്ലേ? വേറെ പേരാ. ഓ, അത് കൊള്ളാം. അതെ, ഇതൊക്കെ ഞാനിതൊക്കെ ആലോചിച്ചു, ഇതൊക്കെ എങ്ങനെ ഇതൊക്കെ സംഭവിക്കണം? ഒരാളെ മാനേജ് ചെയ്യാൻ നോക്കി 3 പേരെ കൂടി ഒരാളെ മാനേജ് ചെയ്യാൻ നമുക്ക് അങ്ങാടും ഇങ്ങോട്ടും ഒരാളായിട്ട് തന്നെ അങ്ങാടും ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചില ടൈമിൽ ടൈം കിട്ടും. അത്ര തിരക്കാണ്. ഇതിനിടയിൽ 3 പേര് 2 ഒക്കെ എനിക്കറിയാൻ പാടില്ല. ഇതൊക്കെ എന്തിന്റെ ബേസിൽ എന്താണ് ഇതിന്റെ ഉദ്ദേശം? എന്താ? ലൈക്ക് കുറെ അടുക്കളയുണ്ടോ? ലൈക്ക് കുറെ ഫുഡ് കിട്ടും? നാട്ടിൽ എന്ന് പറയുമ്പോ പണ്ടത്തെ സെറ്റപ്പ് ഉണ്ടല്ലോ, ഒരാൾക്ക് മൾട്ടിപ്പിൾ ആളുടെ കല്യാണം കഴിക്കാം. പക്ഷെ അത് ഓരോരോ വീടുകളും ഓരോരോ എല്ലാ സെറ്റപ്പ് സെപ്പറേറ്റ് ആണ്. ഇവരെല്ലാം ഒരേ വീട്ടിലല്ല, എല്ലാരും ഒരുമിച്ച് താമസിക്കണേ. ആണോ? ഒരുമിച്ച് ചിലപ്പോ ഒരു കെട്ടില്ലായിരിക്കും കിടക്കണേ.
അങ്ങനെയുണ്ട്. അൺലെസ് ഓരോ ദിവസം എനിക്കറിയാം, ഞാൻ ചോദിച്ചിട്ടില്ല. ഇതിനെ കുറിച്ച് കുറച്ച് റിസർച്ച് ചെയ്യണം കേട്ടോ. ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലേ അധികം അറിവൊന്നും ഇല്ല ഇതിനെ കുറിച്ചൊന്നും അറിയേണ്ട അധികം. എന്തിനാണ് ഇത്ര ബേസിക് നോളേജ് മതി ചെയ്യാറുണ്ട്, ആരും ചെയ്യരുത്. അതെ, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അതെ അതെ, ഒരാള്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം ഒരെണ്ണം മതി, അതിന്റെ ആവശ്യമുള്ളൂ. അത് ചൂസ് ചെയ്യുമ്പോൾ ചൂസ് ദ റൈറ്റ് വൺ അല്ലേ. ലൈക്ക് നമ്മുടെ സോൾമേറ്റിനെ ലൈക്ക് നമ്മൾ കണക്റ്റഡ് ആയിട്ടിരിക്കണം. നമുക്കതൊരു ബാധ്യതയായി മാറരുത്. നമ്മുടെ ഒരു ഫ്രണ്ട്, നമ്മൾ പറയുന്നത് നമ്മുടെ ഫീലിങ്സ് മനസ്സിലാവണം, നമ്മുടെ ലൈക്ക് വികാരങ്ങൾ മനസ്സിലാവണം, ലൈക്ക് നമ്മൾ പറയുന്ന മലയാളം മനസ്സിലാക്കണം. അതെ, അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ പറയുന്നത് നമ്മുടെ ഒരു ഫ്യൂച്ചറിനെ പറ്റി ഇപ്പൊ ചിന്തിക്കുവാണെങ്കിലും അത് ഒരേപോലെ ചിന്തിക്കാൻ പറ്റുന്നവരായിരിക്കണം, ഒരേ വിഷൻ ഉള്ളവര്. ഇപ്പൊ നമ്മളിപ്പോ ഈ ലവ് മാരേജിന്റെ ടൈമിലൊക്കെയാണ് നമ്മളിപ്പോ ഡേറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ. സംസാരിക്കുമ്പോൾ മനസ്സിലാവും, ഒരു വൈബ് കിട്ടുമല്ലോ. ഇവരും അതേപോലെ ചിന്തിക്കുന്ന ഒരാളാണോ, നമ്മുടെ കൂടെ പോവാൻ തയ്യാറായിട്ട ആളാണോ? നേരെ തിരിച്ച് അറേഞ്ച്ഡ് മാരേജിലാണെങ്കിൽ പെട്ട അവസ്ഥയല്ലേ. നമുക്ക് ഒന്നും മനസ്സിലാവത്ത പോലും ഇല്ല എന്താ സംഭവിക്കുന്നത്. രാത്രി ചിലപ്പോ മറ്റേ ഫസ്റ്റ് നൈറ്റിന്റെ അന്നായിരിക്കും ചിലപ്പോ ആദ്യമായിട്ട് സംസാരിക്കുന്നത് തന്നെ. അതൊക്കെ എങ്ങനെ നടക്കാം? ശരിയാണ്. അതെ, പിന്നെ വേറൊരു അറേഞ്ച്ഡ് മാരേജിനെ പറ്റി സംസാരിക്കും. വേറെ പറയാനുള്ളത് അറിയോ? ഡിസിഷൻ മേക്കിംഗ്. നമ്മുടെ ഇപ്പൊ ഒരു കൊച്ചിനെ ഒരു ഇതാവാം, നമുക്ക് ഒരു പാരന്റ് ആവുക എന്നുള്ള സിറ്റുവേഷൻ, ഇത് നമുക്ക് ഫോഴ്സ്ഡ് ആണ്. കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് അല്ലേ? വലിയ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് അല്ലേ? കൊച്ചായിട്ടില്ലല്ലോ? ഇല്ല, എനിക്കും കൊച്ചായിട്ടില്ല കേട്ടോ. ഞാൻ 2 വർഷം ആവറായി. കാര്യം നാട്ടുകാർക്കെല്ലാം നല്ല ചൊറിച്ചില. അതെ, നാട്ടുകാരുടെ വിചാരം ഇതാണ്. എനിക്കറിയാൻ പാടില്ല എന്തൊക്കെ ആഭാസങ്ങളാണ് പറയുന്നത്. കൊച്ചാവളെ ഡെയിലി ചോദിക്കുന്ന ഒരു ചോദ്യം. ഇപ്പൊ എന്നോട് അതെ എല്ലാ ദിവസവും ചോദിക്കുന്ന ചോദ്യം. അതെ, എന്തായി എന്ത് വൃത്തികേടാണ് നിങ്ങൾ ഈ പറയുന്നത്, പച്ചക്കാണ് ചോദിക്കുന്നത്. കാര്യം വെച്ചാൽ ഇതൊരു ഇപ്പൊ ലവ് മാരേജ് എന്ന് പറയുന്നത് നമ്മളിപ്പോ എല്ലാരും അറിയാം. നമ്മുടെ ലവ് മാരേജിനാണെങ്കിലും പാരന്റ്സ് എല്ലാരും പറഞ്ഞ് അറേഞ്ച് എല്ലാം കൂടി നടത്തിയൊരു സംഭവം. അപ്പൊ ഇവർക്കും ചെറിയൊരു കൺട്രോൾ ഉള്ള പോലെയാണ്. അവര് പറഞ്ഞ അവരുടെ റൈറ്റ് ആണ് ഇത്. കഴിഞ്ഞ ദിവസം ഞാൻ എന്നോട് വിളിച്ച് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞ എന്നാന്നറിയോ, എന്നോട് ഇമാതിരി അശ്ലീല ചൊവയുള്ള സംസാരിക്കുന്നത്. പണ്ട് എന്നോട് ഇമാതിരി വർത്താനല്ലല്ലോ പറഞ്ഞോണ്ടിരുന്നത്, ഇതൊന്നും ചെയ്യരുതെന്നല്ലേ പറഞ്ഞോണ്ടിരുന്നത്. ഇപ്പോഴോ ഇതൊക്കെ ചെയ്യണം, എന്ത് അശ്ലീലമായി പറയുന്നേ, മനസ്സിലാക്കൂ. പച്ചയ്ക്ക് പറയണ മൂത്തോക്കിയത്. കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ ഓരോരുത്തരുടെ ഡിസിഷൻ ആയിട്ടിരിക്കണമെന്ന് എനിക്ക് തോന്നണേ. കാര്യം എന്ന് വെച്ചപ്പോ ഇപ്പൊ എനിക്ക് കല്യാണം കഴിച്ചിട്ട് ചിലപ്പോ ഞങ്ങൾക്ക് കുറച്ച് ട്രാവൽ ചെയ്യണം, ഞങ്ങൾക്ക് കുറച്ച് എൻജോയ് ചെയ്യണം. ഇതൊക്കെ പറയുമ്പോ വീട്ടുകാരെന്താ പറയണേ, ട്രാവൽ ചെയ്ത് നടന്നോ, പ്രായം കുറെ ആയി കഴിഞ്ഞ് ഇതൊന്നും നടക്കൊന്നുമില്ല. നിങ്ങക്ക് തന്നെ അറിയാൻ. എന്നോട് ചോദിച്ചത് നീ സെൽഫിഷ് ആകട്ടോ, സെൽഫിഷ് ആയിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു സെൽഫിഷോ, എന്ത് സെൽഫിഷ്? പിന്നല്ലാണ്ട് ഞങ്ങൾക്കൊരു കൊച്ചിനെ ആ സെറ്റപ്പിലാണ് എന്നോട് സംസാരിക്കുന്നത്. കാരണം വെച്ചാൽ ഞാൻ മെന്റലി റെഡിയാണ്, പക്ഷെ ഞാൻ സെയിം ടൈം കുറെ ആളെടുത്ത് ചോദിക്കുമ്പോ ഒരിക്കലും മെന്റലി റെഡി ആവില്ല. ഇറ്റ് ഹാസ് ടു ഹാപ്പൻ. ഞാൻ പറഞ്ഞത് ആവട്ടെ, ബട്ട് സെയിം ടൈം എനിക്കും ഒരു കൺട്രോൾ വേണം എന്റെ ലൈഫിൽ. ഞാനിപ്പോ ഒരു കല്യാണം കഴിഞ്ഞു, ഒരു കൊച്ചായി, പക്ഷെ എനിക്ക് എന്റെ ലൈഫിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ആ കൊച്ചിനോട് നല്ല ലൈഫ് കൊടുക്കാനോ, അല്ലെങ്കിൽ ഞാനും എന്റെ വൈഫും തമ്മിൽ എനിക്ക് സ്പെഷ്യൽ ഒരു ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ, ഞങ്ങൾക്ക് ഒരു ഗോൾ ഉണ്ടാവുമല്ലോ, അത് റീച്ച് ചെയ്യാൻ പറ്റില്ല. അതിന് മുമ്പ് കൊച്ചായി കയ്യില്. അപ്പൊ എന്ത് ചെയ്യും, ആ കൊച്ചൊരു ബാധ്യതയായി മാറും. നമ്മുടെ ഗോൾസ് എല്ലാം നമ്മൾ ഒഴിവാക്കേണ്ടി വരും. ഉറപ്പായിട്ടും ഒഴിവാക്കേണ്ടി വരും. ഇപ്പൊ ഒരു കൊച്ചു ഇപ്പൊ നമുക്ക് എന്നാ പറയാ, നമ്മൾ ഫ്രീ ആണ്, നമുക്ക് എവിടെ വേണേ പോവാം, എന്ത് വേണേ ചെയ്യാം. ഇല്ലെങ്കിൽ ഇപ്പൊ ഈ പാതിരാത്രി വന്ന് ഇവിടെ ഇരുന്ന് സംസാരിച്ചോണ്ടിരിക്കുക, ഒരു കൊച്ചുണ്ടെങ്കിൽ നടക്കത്തില്ല. അടുത്ത ഒരു 17-20 കൊല്ലം കാട്ട ലോക്ക. കാരണം നമ്മൾ നമ്മുടെ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ആ കൊച്ചിനെ വളർത്താ, കൊച്ചിനെ അല്ലെങ്കിൽ ഈ ഒരു സമൂഹത്തില് ലൈക്ക് മറ്റൊരാൾക്ക് ബാധ്യതയാവാണ്ട് വളർത്താനായിട്ടുള്ള ഫുൾ ചുമതല നമ്മുടെ തലത്തിൽ. അപ്പം ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ ചെയ്യാൻ പറയുന്നത്. അതെ, ലൈഫ് തന്നെ മൊത്തം പറയും. ഈ 20 കൊല്ലത്തെ ഇൻവെസ്റ്റ്മെന്റ് ഒരിടക്കെന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോ വൈഫ് പ്രഗ്നന്റാ അല്ലേ? അവരുടെ ഫസ്റ്റ് മെയിൻ ഗോള് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് സംഭവം എന്താ? കൊച്ചുണ്ടാക്കി കൊച്ചിന് വേണ്ടി ജീവിക്കുക. സ്വന്തമായിട്ട് ഞാനിപ്പോ പറയുവാണ് എനിക്കൊന്ന് ജീവിക്കണോന്ന് പറയുമ്പോ അത് കുറ്റമാണത് അല്ലേ? ഇപ്പൊ അത് ഇപ്പൊ പറഞ്ഞ സാധനം സെൽഫിഷാണ് പറഞ്ഞ സാധനം. ഇപ്പൊ വീട്ടില് ഇത് കൊടുക്കുന്നു, നേർച്ച കൊടുക്കുന്നു, പള്ളിയിലായ പള്ളി മൊത്തം നേർച്ച കൊടുക്കുന്നു. ലൈക്ക് എന്നിട്ട് എനിക്ക് അയച്ചു തരുന്നതെന്ന് പറഞ്ഞാൽ മറ്റേ യോഗാസാനങ്ങളാ, മറ്റേ ബട്ടർഫ്ലൈ
ഇതൊക്കെ എല്ലാ ദിവസവും ചെയ്യണമെന്നൊക്കെ പറഞ്ഞാണ് എല്ലാ ദിവസവും എനിക്ക് അയച്ചോണ്ടിരിക്കണം. ഇതൊക്കെ ഇങ്ങനെ ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഈ വേൾഡില് ഇപ്പൊ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഏത് കൺട്രിയിലാ? ഇപ്പൊ ഇന്ത്യ തോന്നുന്നല്ലേ? അതെ, ഇന്ത്യ തന്നെയാ. എന്തിനാ പോപ്പുലേഷൻ ഇനിയും കൂട്ടുന്നത്? ഉള്ളത് ഇഷ്ടം പോലെ ഇല്ലേ? അതങ്ങനെ വരുമ്പോ നമ്മള് ദൈവം ഇതെല്ലാത്തിനും നമുക്കൊരു സമയം എല്ലാം വെച്ചിട്ടുണ്ട്, എല്ലാത്തിനും സമയമുണ്ട്. അതെ, നമുക്കത് ആ വരുമ്പാട് വരട്ടെ. അതിനുവേണ്ടി ഫോഴ്സ്ഫുള്ളി ഡെയിലി ഇതിന്റെ പരിപാടിയും ചോദിച്ചോണ്ട് നടക്കരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ. അത് ഇതിലും താക്കീതാണെന്നാണ് പറയുന്നത്. അതെ, ഇതിലും പച്ചക്കേനെ പറയണോന്ന് എനിക്കറിയില്ല. ഇത് കേട്ട് കഴിയുമ്പോൾ ഒരു കോള് വരും. അതെ, ഉറപ്പായിട്ടും വരും. ഒന്നല്ല, ഒരു 3-4 കോളുകൾ വരും. കോളുകൾക്കൊക്കെ ഇങ്ങനെ ഉത്തരം പറയുന്നത് എനിക്കറിയില്ല. ബട്ട് ഇതാണ് എനിക്ക് പറയാനുള്ള. പക്ഷെ വേണ്ടാന്ന് പറയുന്നില്ല. പിള്ളേര് വേണം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിള്ളേരെ. പക്ഷെ ഇപ്പൊ പിള്ളേര് ഇപ്പൊ കരഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ജീവിതം എനിക്കറിയാൻ പാടില്ല. അതിപ്പോ ഒരപ്പനും അമ്മയ്ക്കും അറിയത്തില്ല തുടക്കത്തില് എന്നാ ചെയ്യുന്നില്ലെങ്കിൽ ആകെ ഇത്ര ഉള്ള ഒരു കൊച്ചിനെ എടുത്ത് കയ്യിലോട്ട് വെച്ചെന്നാ എന്തോ ചെയ്യാനോ എനിക്കറിയാൻ പാടില്ല. ഒരു മനുഷ്യനെ വളർത്തുക എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. അതെ, അത് വളർത്തിയത് വലുത് ടെൻഷൻ എന്ന് പറഞ്ഞാണല്ലോ. അത് വളർന്ന് വലുതായ ഒരു രീതി വരെ എത്തണവരും പിന്നെ നമ്മള് പെട്ടുപോയ അവസ്ഥ. അല്ലെങ്കിൽ പലതും കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആൾക്കാരുടെ പിള്ളേര് പോയി ചുമ്മാ ഓടിപ്പോന്നിട്ട് മറ്റേ ഭിത്തിക്കെട്ടൊക്കെ തലയിട്ടിട്ട് കണ്ട സാധനങ്ങളെല്ലാം എടുത്ത് വായിക്കാത്തോട്ടിട്ട് എന്തൊക്കെ കാണിക്കണേ. ഇതൊക്കെ ആലോചിക്കുമ്പോ ഇത് എങ്ങനെ പേടിയുണ്ടോ? 100% പേടിയുണ്ട്. ഒരു വീട്ടിൽ ഒറ്റക്ക് നിർത്തിയിട്ട് പോകാൻ പറ്റുമോ? നമുക്ക് അല്ല, ഇവിടെ ആണെങ്കിൽ ഓൺ ദ സ്പോട്ട് കാനഡയിലെ മറ്റേ പോലീസ് വന്ന് പിടിച്ചോണ്ട് പോകും. അല്ലെ, ഒറ്റക്ക് ഇപ്പൊ 6-7 വയസ്സായാലും നിർത്താൻ പറ്റില്ല പിള്ളേരെ. എന്ത് ധൈര്യത്തിൽ നിർത്തിക്കൊണ്ട് പോകണം? നമ്മള് തന്നെ നമുക്ക് തന്നെ നിർത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല. അതാണ് ഈ സംഭവം. ലെറ്റ് ഇറ്റ് ഹാപ്പൻ. ഈ ഏർലി മാരേജിനെ പറ്റി പറയുമ്പോഴാണ് എനിക്കൊരു ഓർമ്മ വന്നതെന്നറിയും. നമ്മുടെ ഞാൻ ഇതിന് വർക്ക് ചെയ്തിരുന്ന കമ്പനിയില് അവിടെ ഉണ്ടായിട്ടില്ല നടന്നപ്പോ ഒരു പുള്ളിക്കാരൻ, അവര് അറബിക് സെറ്റപ്പാണ്. അവരുടെ മോള് 12 വയസ്സായപ്പോ തന്നെ അവളുടെ മോളുടെ നാട്ടിലുള്ള ചെറുക്കന്റെ കല്യാണം ഉറപ്പിച്ചു വെച്ച്. ഇവിടെ പിന്നെ ലീഗലി കല്യാണം കഴിക്കാൻ അവർക്ക് പറ്റാത്തതുകൊണ്ട് മോള് 18 വയസ്സ് 19 വയസ്സാവാൻ വരെ വെയിറ്റ് ചെയ്യണേ. പക്ഷെ കല്യാണം ഓൾറെഡി ഉറപ്പിച്ചേക്കണേ. പെണ്ണിന്റെ അടുത്ത് പോലും ചോദിക്കാണ്ട്. അവരത്രയും ഇത് റിലീജിയസ് ആണ്. മനസ്സിലായി. നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു പണ്ടത്. ഈ മറ്റേ കൊച്ചിലെ ലൈക്ക് ഈ രണ്ട് ലൈക്ക് പിള്ളേരെ ലൈക്ക് ഈ പറഞ്ഞ ഹിന്ദുക്കളുടെ ആ ഒരു സെറ്റപ്പില് കല്യാണം കഴിപ്പിക്കും, ലൈക്ക് എന്നിട്ട് ഉറപ്പിച്ചു വെക്കും. അത് കഴിഞ്ഞിട്ട് പ്രായപൂർത്തിയായി കഴിയുമ്പോഴത്തേക്ക് കല്യാണം കഴിപ്പിച്ചു വിടുന്ന പരിപാടി. അതൊക്കെ പണ്ട് ഇഷ്ടംപോലെ നമ്മുടെ നാട്ടില് കോമൺ ആയിരുന്നു അതൊക്കെ. ഇപ്പോഴാണ് അതൊന്നും ഇല്ലാത്ത. ഇപ്പൊ അതൊക്കെ മറ്റേ നിയമവിരുദ്ധമായി. ചൈൽഡ് മാരേജ് ഒക്കെ ഇത് കാര്യമാണ്. ഏർലി മാരേജ് ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. ഫൈനൽ സ്റ്റോറി അല്ലേ? അതെ. ഇപ്പോ വാട്ട് അബൌട്ട് ലേറ്റ് മാരേജ് അത് ചോയ്സ് അല്ലല്ലോ, നിവർത്തിക്കിട്ട് പോണല്ലേ. ഇപ്പൊ 36 വയസ്സുള്ള ഒരാള് കല്യാണം കഴിക്കാതിരുന്ന അവരത് ചോദിക്കുമ്പോ എന്താണ് നടന്നില്ല. എല്ലാവർക്കും ഒരു സാഡ് സ്റ്റോറിയാണ് അതിനകത്ത് പറയാനുള്ളത്. പിന്നെ അവർക്ക് ഓരോരുത്തർക്ക് റെസ്പോൺസിബിലിറ്റീസ്. ഇപ്പൊ ചിലവരെ ചിലപ്പോ ഒരു 3 പെങ്ങന്മാര് ഇവരെ കെട്ടിച്ച് വരുമ്പോഴേക്കും ഇയാളുടെ പ്രായം കഴിഞ്ഞു പോയിട്ടുണ്ടാവും. വീട്ടിലാരുമില്ല, വീട് നോക്കുന്ന മൊത്തവരാണ്. അപ്പൊ അവരാണ് ഈ ലേറ്റ് മാരേജുകൾ കൂടുതൽ തന്നെ. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല 36-40 വയസ്സ് വരെ ആരും വെയിറ്റ് ചെയ്ത്. ഇവിടെ കോമൺ ആണ്, ഇവിടെ മാരേജ് എന്ന് പറഞ്ഞ സാധനം കോമൺ അല്ല. പക്ഷെ അവര് ചിന്തിക്കും ലൈക്ക് ഈ പറഞ്ഞ ഒരു 35-36 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് അവര് ഈ കല്യാണം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് അവർ ചിന്തിക്കുക. പക്ഷെ ഇവര് കല്യാണം ആവണ ചിന്തിക്കണ കുറെ പേര് എങ്ങനെയാണ് ഇവിടുത്തെ ലൈഫ് സ്റ്റൈല്. ഇവര് ഡേറ്റ് ചെയ്ത് ഇവര് പിന്നെ ഒരുമിച്ച് താമസിച്ച് കൊച്ചുണ്ടായി അവര് ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആയി അവർക്ക് രണ്ടുപേർക്കും കൂടി നടത്താൻ പറ്റുവാണെങ്കിൽ അവര് കല്യാണം നടത്തണേ കുറെ പേര്. അങ്ങനെ നടത്തണവരുണ്ട്. അത് ചിലപ്പോ എനിക്ക് ഇപ്പൊ പെട്ടെന്ന് വന്നൊരു തോട്ടം. അത് എന്തുകൊണ്ടായിരിക്കും എന്നറിയാവോ? ലൈക്ക് ഇവരുടെ മറ്റേ കെട്ടിക്കഴിഞ്ഞാൽ ആണിന്റെയും പെണ്ണിന്റെയും ലൈക്ക് സ്വത്തിന്റെ പകുതി കൊടുക്കണായിരിക്കുമല്ലോ. അത് കെട്ടിയൊന്നും വേണ്ട, 6 മാസം ഒരുമിച്ച് താമസിച്ചാ പോരെ. കോമൺ ലോ ആയില്ലേ? അതിന് കോമൺ ലോ ആയി കഴിഞ്ഞാൽ സ്വത്ത് കൊടുക്കണമെന്നുണ്ടോ? സ്വത്ത് കൊടുക്കണം. കൊച്ചു ആയി കഴിഞ്ഞാൽ തീർന്നു ആണ്. ഓക്കെ. എന്റെ അറിവില്ല അങ്ങനെയാണ്. കാരണം നമ്മള് കല്യാണത്തിന് അല്ല, നമ്മള് ഇതിനാവണതിനൊക്കെ മുമ്പ് നമ്മള് മേടിച്ച സാധനം നമ്മള് ടാക്സ് ഒരുമിച്ച് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മള് കോമൺ ലോയാ. പിന്നെ നമ്മൾ
ഈക്വൽ അല്ല. മനസ്സിലായി. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ കാര്യം പറയാണ്ടിരിക്കണം. സിമിലർ അല്ലേ പരിപാടി? നാട്ടില് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആധാരത്തിൽ വേണമെന്നൊന്നുമില്ലല്ലോ. ഇല്ല. നാട്ടില് ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ കൊടുക്കേണ്ടി വരും. മനസ്സിലായി. ഇവിടെ വേറുണ്ട്. ഇവിടെ 14 വയസ്സ് 15 വയസ്സായിട്ടുള്ളവരെല്ലാം പ്രഗ്നന്റ് ആയിട്ട് കൊച്ചിലെ കൊണ്ട് നടക്കാറുണ്ട്. ഭയങ്കര കോമൺ ഇവിടെ. അതെ, ആ ഒരു സംഭവത്തിലേക്ക് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പിള്ളേരെ ചെറുപ്പത്തിലെ പണിക്ക് വിടണമെന്ന് പറയില്ലേ, ആ ടൈമിലൂടെ പിള്ളേർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെസ്പോൺസിബിൾ ആണ്, ഇങ്ങനെയൊക്കെ എനിക്ക് കേപ്പബിൾ ആണെന്ന് തോന്നും. അതൊക്കെ കൊണ്ടായിരിക്കും നമ്മുടെ പേരൻസ് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ വിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ കുറെ സംഭവങ്ങൾ നടക്കണേ. പിള്ളേര് പിന്നെ കുറച്ചുകൂടി ഫ്രീ ആയി. ഇവിടുത്തെ പിള്ളേര് പിന്നെ കുറച്ചുകൂടി ഫ്രീ ആണ്. നമ്മുടെ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. എനിക്ക് എന്റെ കൊച്ചിന് ഡിഗ്രി വേണം. 25 വയസ്സ് വരെ സ്ട്രിക്റ്റ് ആണ് എന്റെ ഒരു അഭിപ്രായം. മിനിമം 25 മിനിമം ഇപ്പോഴും സ്ട്രിക്റ്റ് അല്ലെങ്കിലും ഇപ്പൊ നമ്മള് അറ്റ്ലീസ്റ്റ് നമ്മുടെ അടുത്തൊക്കെ എന്തെങ്കിലും കാര്യം പറയുമല്ലോ, എന്തെങ്കിലും ഒരു കാര്യം. അപ്പൊ അവരെ അഭിപ്രായം അവര് പറയും. അപ്പൊ ഇപ്പോഴത്തെ കൾച്ചർ ഇവിടത്തെ കൾച്ചറും അങ്ങനെയൊന്നുമില്ല. ഈ 16 വയസ്സിൽ നീ പോയി നിന്റെ കാര്യം നോക്ക് എന്ന് പറഞ്ഞ് നീ വേറെ വീടെടുത്ത് താമസിക്കുക, അല്ലെങ്കിൽ നിന്നെ ഞാൻ വേണമെങ്കിൽ താഴെ ഒരു ബെഡ്റൂമും കിച്ചണൊക്കെ ഉണ്ടാക്കി നിന്നെ അവിടെ താമസിപ്പിക്കാം, സെപ്പറേറ്റ് സ്യൂട്ടൊക്കെ കൊടുത്ത്. അപ്പൊ ആ കൾച്ചറാണ്. അപ്പൊ രണ്ട് യുഗങ്ങളിൽ നിന്ന് വരുന്ന സാധനങ്ങളല്ലേ. ഇതെല്ലാം കോപ്പി അടിച്ചുകൊണ്ടാണ് വെസ്റ്റേൺ കൾച്ചർ എന്ന ഭാഗമായിട്ട് കേരളത്തിൽ ഇപ്പൊ ഇതേപോലെ പല പല സാധനങ്ങളും വന്നോണ്ടിരിക്കുകയാണ് ഇപ്പം. ഇത് ഇവിടത്തെ കോപ്പിടിക്കാനാണ് അവിടെ വന്നത്. പിന്നെ അത് കുറച്ചാൾ കഴിയുമ്പോ നാട്ടിൽ അത് കോമൺ ആവും. അതെ. പിന്നെ അത് ഇവിടെ പുതിയ സാധനം വരും. ഈ ലവ് മാരേജ് ഒക്കെ കോമൺ ആയ പോലെ തന്നെ ഇതങ്ങ് കോമൺ ആയി മാറും. അതല്ലേ ലവ് മാരേജ് തെറ്റല്ല. എന്ത് തെറ്റല്ല? തെറ്റല്ലാണ്. അതെ, തെറ്റല്ല. അതിപ്പോഴല്ലേ പറഞ്ഞേ? 20 കൊല്ലം മുന്നേ പറയുമായിരുന്നു. 20 കൊല്ലം മുമ്പ് എനിക്ക് നമ്മൾ 20 കൊല്ലം മുന്നാണ് നമ്മളിപ്പോ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ലവ് മാരേജിനെ സപ്പോർട്ട് ചെയ്ത് പറയല്ലേ ഒരുമാതിരി ആഭാസങ്ങൾ പറയുന്നു. നമ്മുടെ വീട്ടുകാര് കാണിച്ചു തരുന്ന ഒരു നല്ലൊരു പെൺകുട്ടിയെ നമ്മൾ കിട്ടുന്നതായിരിക്കും. ബ്രോക്കർ വീട്ടിൽ വന്നൊരു 10-25 ഫോട്ടോ കാണിക്കും, ചൂസ് ചെയ്തെടുക്കും. എന്നിട്ട് നമ്മള് പോയി കുറെ ലഡു തിന്നും ജിലേബിനും ചായ കുടിക്കും തിരിച്ചു വരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് എനിക്കില്ല, ചെയ്തിട്ടില്ലേ? ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ലൈക്ക് നമുക്ക് ഒരു വട്ടം അങ്ങനെ ഒന്ന് ചെയ്യായിരുന്നു. ലൈക്ക് ഇപ്പൊ ലവ് മാരേജ് ആയിരുന്നെങ്കിലും അവളുടെ ഒന്ന് വീട്ടിൽ പോയിട്ട് മറ്റേ ചായ ഒക്കെ കുടിക്കാനായിട്ടൊക്കെ ഒന്ന് പോയി ചായ കുടിക്കാൻ പോയിട്ടുണ്ട് ഞാൻ. അത് ഞങ്ങള് പെണ്ണ് ഞാനിപ്പോ വൈഫിന്റെ വീട്ടില് ഞാൻ ഡയറക്റ്റ് എന്നാണല്ലോ ചോദിക്കണേ പെണ്ണ് വീണ അപ്പൊ ചായ ഒക്കെ തന്നായിരുന്നു. പക്ഷെ അത് പെണ്ണ് കാണൽ എന്ന് പറയാൻ പറ്റില്ല. അത് അവരുടെ പാരന്റ്സും മാത്രം ഉണ്ടായുള്ളൂ. അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് കിട്ടിയിട്ടില്ല. സിനിമയിലൊക്കെ കാണുന്ന നമ്മളിങ്ങനെ ഇപ്പൊ കൊറേ റീല് കാണാലോ, കാർ ഓടിച്ചു ചെറുക്കൻ ഇങ്ങനെ കാറിൽ വരുന്നു, ചെറുക്കന്റെ കുറെ ആള് പെണ്ണിങ്ങനെ ഇത് കൊണ്ടുവരുന്നു, കുറെ ലഡു തിന്നുന്നു. അതെ, ഈ സാധനം എക്സ്പീരിയൻസ് കണ്ടാ മതി. എനിക്ക് ഞാൻ മിക്കവാറും നാട്ടിൽ ആരെങ്കിലും കല്യാണത്തിന് പോകുമ്പോ ആരെങ്കിലും കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പോവാ. ഞാൻ ചെറുപ്പത്തിലെ പോയിട്ടുണ്ട് കുറെ അങ്കിൾമാരുടെ ലഡുവാണ് എന്റെ മനസ്സിലെപ്പോഴും ഓർമ്മ വന്നത്. എല്ലാത്തിനും ഉണ്ടാവും ലഡുവും ജിലേബിയും കുറച്ച് കായർത്തും സംഭവങ്ങളും കാണുമല്ലോ, ചായം കാണും. അതൊക്കെ ഒരു അതിനു വേണ്ടി മാത്രം 2 പ്രാവശ്യം പോവാറ്. അതിനു വേണ്ടി മാത്രമായിട്ട് അറേഞ്ച് ചെയ്യണ്ട, അറേഞ്ച്ഡ് മാരേജ് ഒരു എക്സ്പീരിയൻസിന് വേണ്ടിട്ട്. അപ്പൊ ഇവർക്ക് ഇത് പുത്തിരി. പിന്നെ ഉണ്ടല്ലോ ഈ അറേഞ്ച്ഡ് മാരേജിനെ പറ്റി പറയുമ്പോഴാണ് മാട്രിമോണി ഒരു വലിയൊരു ഭാഗമല്ലേ ഇപ്പൊ നാട്ടില്. ഈ മാട്രിമോണിയിൽ ഇടുമ്പോ പ്രൊഫൈല് ഞാൻ അറിഞ്ഞേ, പ്രൊഫൈൽ ഇടണം കണ്ടിട്ടുണ്ട്. അതിനകത്താണ് കറുത്തട്ടാണോ വെളുത്തട്ടാണോ നമ്മുടെ ബന്ധുവിന്റെ അവന്റെ പ്രൊഫൈൽ ഞാൻ നോക്കിയതാ. വീടിന്റെ വരെ ഫോട്ടോ ഇടണം അതിനകത്ത്. നമ്മള് അപ്പർ ക്ലാസ് ആണോ ലോവർ ക്ലാസ് ആണോ മിഡിൽ ക്ലാസ് ആണോ, സാലറി, പിന്നെ നമ്മുടെ വീട്ടിന്റെ ഇത് ഒക്കെ സാധനം വീടിന്റെ ഫോട്ടോ ഇടണമെന്ന് വരുമ്പോ ആലോചിച്ച് നോക്കി. അതൊക്കെ കണ്ടിട്ടാണ് കിട്ടിക്കണത്. ഫെയർ ആണോ കാര്യം ചെയ്ത് എഴുതിക്കണെന്ന് വെച്ചാൽ ഫുൾ എഡിറ്റഡ് ഫോട്ടോ അല്ലേ, കറുത്തൊരു മനുഷ്യൻ അങ്ങനെ ഒന്നും ഇടാൻ പറ്റത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അതൊക്കെ ഇടാൻ പറ്റും. പക്ഷെ അങ്ങനെ അതിനകത്ത് ഇടണം ആ സാധനങ്ങളൊക്കെ. ഞാൻ വീടിന്റെ ഫോട്ടോ ഇടാൻ ഞാൻ ഭയങ്കര സർപ്രൈസ് ആയി പോയി. ഇതൊക്കെ എന്തിനാ കാണണേ അല്ലേ. എന്റെ ഒരു കമ്പനിക്കാരനുണ്ടായിരുന്നു, ലൈക്ക് അവൻ ഇങ്ങനെ ഇതേപോലെ തന്നെ മാട്രിമോണിയിൽ സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലൈക്ക് അവൻ ചൂസ് ചെയ്യണം, അവന് ഇഷ്ടംപോലെ ചൂസ് ചെയ്യാനായിട്ട് കുറെ ഓപ്ഷനാ. അവൻ ചൂസ് ചെയ്ത് എങ്ങനെയാണെന്നറിയോ? ഓക്കെ കൊള്ളാം, കാണാൻ കൊള്ളാം,
ലൈക്ക് വീട്ടില് ലൈക്ക് നല്ല സ്വത്തുണ്ട്, 18 ഏക്കർ സ്ഥലമുണ്ട് അപ്പുറത്ത്. ഓക്കെ, എന്നാ ഇത് ഇവിടെ എടുത്ത് വെച്ചേക്കാം. രണ്ടാമത് ഓക്കെ കൊള്ളാം, ലൈക്ക് നല്ല പഠിപ്പുണ്ട്, നേഴ്സാണ്. ഓക്കെ, ഇങ്ങോട്ട് കൊണ്ടുവന്നാ ഓക്കെ, നേരെ പണിക്ക് വിട്ട് നമുക്ക് ചുമ്മാ ആയിട്ട് വെച്ചിരിക്കാം. അങ്ങനെ നമുക്ക് പല പല ഓപ്ഷൻസ് ഉണ്ട് ചൂസ് ചെയ്യാനായിട്ട് ഈ മാട്രിമോണിക്കകത്ത്. പക്ഷെ അതില് കയറി അതില് ചിലപ്പോ ഡേറ്റ് ചെയ്യാൻ വേണ്ടി മെസ്സേജ് അയക്കണ പിള്ളേരും ഉണ്ട്. പക്ഷെ ഇതിന് പൈസ കൊടുക്കണ്ടേ? അതൊക്കെ കൊടുക്കും പിള്ളേര്. പക്ഷെ അതില് ഡേറ്റ് സംസാരിക്കണം ആ പെണ്ണിന്റെ അപ്പൻ്റെ നമ്മുടെ ഇവരൊക്കെ എന്റെ കൂട്ടുകാർ സംസാരിച്ചിട്ടുണ്ട്. അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണം, ഇങ്ങനെ ഓരോ പെണ്ണ് സുഖമാണോ, അതാണ് ഇപ്പൊ എന്തൊക്കെ ചെയ്യുന്നത്, ഇങ്ങനെ പറയാൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് ഒരു അച്ചടി ഭാഷ പോലത്തെ ഒരു സാധനം അപ്പുറത്തുനിന്ന് വേണ്ടി. അപ്പൊ ഞാൻ ചോദിച്ചു, മറ്റേ പ്രയത്തിന്റെ അടുത്ത് മറ്റേ വിജി ബോർഡ് അടിക്കണ പോലെ, am I talking to this? No. അപ്പൊ മനസ്സിലായി. അപ്പൊ അതിനെ റിമൂവ് ചെയ്ത്. ഇങ്ങനത്തെ കുറെ സംഭവമുണ്ട്. പിന്നെ ഇവര് ഡയറക്റ്റ് വിളിക്കും ഫോൺ നമ്പറില്. അപ്പഴമാര് ഇൻട്രസ്റ്റ് പറഞ്ഞിട്ട് വിളിക്കും, എന്റെ മോൾക്ക് നിങ്ങളൊന്ന് കാണാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ഭയങ്കര ബോറിംഗ്. എനിക്ക് ആ ചടങ്ങിലേക്കൊക്കെ പോകാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അല്ലേ, എന്താ വെച്ചാൽ അതാണ് മാട്രിമോണി. വേറൊരാള് കാണിച്ചു തന്ന ഒരാള്, ഇതൊക്കെ എനിക്ക് നടക്കാത്തൊരു സാധനം അല്ലേ. ഐ മീൻ ലൈക്ക് ഇത് അവിടെ ഓൾറെഡി ലൈക്ക് ഇപ്പൊ നടപ്പുണ്ട്. ലൈക്ക് ഇപ്പൊ കിട്ടാത്ത ആൾക്കാരുണ്ടോ? ഐ മീൻ ലൈക്ക് എല്ലാവർക്കും അത് പറയും. ഇപ്പൊ നമ്മുടെ മറ്റേ ഇൻസ്റ്റഗ്രാമിൽ ഒരു പുതിയൊരു പേജ് തുടങ്ങിയാണ്. ഏതാ പേജ്? ഞാൻ ഒരു ഇതാണ് ഈ ഇതേപോലത്തെ മാട്രിമോണി സെറ്റപ്പാണ്. പക്ഷെ ഇത് കുറെ ആളുകളുടെ പ്രൊഫൈലുകൾ ഇങ്ങനെ ഇട്ടേക്കണേ. എല്ലാരും ഈ പ്രായമായവരുടെ 50, 60 വയസ്സ്, 55 വയസ്സ്. അവർക്ക് മാട്രിമോണി കിട്ടാത്തോണ്ടാണ് ഇങ്ങനത്തെ ഒരു സാധനം. ഇതില് നിങ്ങക്ക് ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം. പ്രൊഫൈലുകൾ 50 വയസ്സുള്ള 60 വയസ്സുള്ള ആൾക്കാരെയോ 50 വയസ്സുള്ള കല്യാണം കഴിച്ചിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. അവർക്കും കേട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ലേറ്റ് മാരേജ്, ചിലവരുടെ രണ്ടാമതൊരു പുതിയൊരു ജീവിതം ചിലപ്പോ അവരുടെ ലൈഫ് പറഞ്ഞാൽ ചിലപ്പോ ഫസ്റ്റ് ചിലപ്പോ ഡിവോഴ്സ് ആകും അങ്ങനെ വീണ്ടും ജീവിതം തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവര്. അപ്പൊ അവര് അതിനൊക്കെ വേണ്ടി തുടങ്ങിയ ഒരു ഇൻസ്റ്റാഗ്രാം പേജാ. പേര് ഞാൻ മറന്നുപോയി. പക്ഷെ അത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടാ തോന്നിയത്. എല്ലാവർക്കും ഓപ്ഷൻ ഉണ്ടെന്ന്, ആർക്കും കിട്ടും. അതെ, ലൈക്ക് ഇതെല്ലാം ഭയങ്കര കോമൺ ആയി മാറും. ലൈക്ക് ഇങ്ങനെ പയ്യെ പയ്യെ ഇപ്പം ഈ ലവ് മാരേജ് കോമൺ ആയ പോലെ ലൈക്ക് ഈ പറയുന്ന ബാക്കിയുള്ള സാധനങ്ങളെല്ലാം പയ്യെ പയ്യെ ഇങ്ങനെ. അതൊക്കെ അവിടെ ഞാനിത് ഇപ്പഴാ കേൾക്കണം, ഇവിടെ ഒന്നും ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. പോളിഗമിയും ഈ സാധനമൊക്കെ വന്നു കഴിഞ്ഞാൽ റേഷ്യോ കറക്റ്റ് ആവൂല. ഒരു ചെറുക്കൻ 4 പെൺപിള്ളേരെ കല്യാണം കഴിച്ചിട്ട് നാട്ടില് ചെറുക്കന്മാർക്ക് ഇല്ല. ചില ഈ ഇതില് ജാതികളില് കുറെ ആളുകൾ ലിമിറ്റഡ് ആണ്. പിന്നല്ലാണ്ട് അതുമല്ല ഈ സെയിം ജാതി തന്നെ കെട്ടണ്ടേ. പറയണേ ഈ സാധനമൊക്കെ വരുമ്പോ പറയുമ്പോ ലിമിറ്റഡാ. അപ്പൊ ഒരെണ്ണത്തിന് ഒരാള് ആ രീതിയിൽ വെച്ചാൽ മതി അല്ലെ. ഒരെണ്ണം കെട്ടാൻ ശ്രമിക്കാട്ടോ. അതെ, അത് മതി. അപ്പൊ നമ്മള് ആ നല്ലൊരു പോയിന്റിൽ നമുക്ക് നിർത്താം. നമുക്ക് പയ്യെ വൈൻഡപ്പ് ചെയ്ത് അപ്പൊ സ്നേഹിച്ച് കല്യാണം കഴിക്കുക. ഇപ്പൊ അറേഞ്ച്ഡ് ആണെങ്കിലും അതിനു മുമ്പ് ഒന്ന് സ്നേഹിച്ചിട്ട് അല്ലേ. അതെ, നമ്മള് മനസ്സിലാക്കുക മറ്റു നമ്മുടെ കൂടെ പാർട്ട്ണറായിട്ട് ജീവിക്കാൻ പോകുന്ന വ്യക്തിനെ നമ്മൾ അങ്ങനെ റിട്ടേൺ ചെയ്യരുത്. നമ്മൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ പരിഹരിച്ച് കറക്റ്റായിട്ട് ജീവിക്കുക. അതെ, ഒന്നും സോൾവ് ചെയ്യാൻ പറ്റാത്ത സാധനം ഒരിക്കലും ഇല്ല. അപ്പൊ അങ്ങനെ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് പയ്യെ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഞാൻ അഖിൽ ടൈറ്റസ്, ഞാൻ ആകാശ് ഷാജി. ഇനി സന്ധിക്കും വരെ വണക്കം. സൈനിങ് ഓഫ് ഫ്രം OSP.